അഊദുബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. യാ ഹിമ്മത്ത ശൈഖ് ഉദ്രി ലനാ ബിഹാദിൽ മഹ്ദരി വൽ തഅതി ഫീ ബിനദ്റത്തിൻ തഅതി ലനാ ബിദ്ഫരി. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ റായിൻ്റെ ദർസിൽ നമ്മൾ ഒരു മുറബിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ് വിശദീകരിച്ച് ചർച്ച ചെയ്തിരുന്നത്. ഇനി നമ്മൾ മുഖദ്ദമീങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ മുറബിൻ്റെ വിശേഷണങ്ങൾ നമ്മൾ ഖലീഫിനെക്കുറിച്ച് പറഞ്ഞു, മുറബിനെക്കുറിച്ച് പറഞ്ഞു. സാധാരണ നമ്മൾ ഷെയ്ഖ് എന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാർ ഒന്നെങ്കിൽ ഖലീഫ ആയിരിക്കും, അല്ലെങ്കിൽ മുറബി ആയിരിക്കും. ഖലീഫ എന്ന് പറയുന്നത് പലപ്പോഴും അത് ഒരു കാലഘട്ടത്തിൽ ഒരാളായിരിക്കും ഉണ്ടാവുക. അത് എല്ലാവരും ചിലപ്പോൾ അവരുടെ തിജാനിയത്തിലെ ഷെയ്ഖിനെ ഖലീഫയായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ടാവാം. പക്ഷേ എന്നിരുന്നാലും ഏതെങ്കിലും ഒരാളെ ഖലീഫയായിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരൊക്കെ മുറബികളുടെ മക്കാമിലായിരിക്കും ഉണ്ടാവുക. ഇനി ഖലീഫൻ്റെ കീഴിലും അതുപോലെ ഖലീഫ, അള്ളാഹിൻ്റെ ഖലീഫയായ ഒരു മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആ ഖലീഫൻ്റെ കീഴിൽ മുറബികളുണ്ടാവും. ആ മുറബികളുടെ കീഴിലായിട്ട് മുഖദ്ദമീങ്ങളുണ്ടാവും. അപ്പോൾ ഇനി മുഖദ്ദമീങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മുഖദ്ദമീങ്ങൾ ഏതൊക്കെ രൂപത്തിൽ മുഖദ്ദമീങ്ങൾ ഉണ്ടാവാം, മുഖദ്ദമ എങ്ങനെയായിരിക്കും നിലകൊള്ളേണ്ടത്, മുഖദ്ദമിന് തെറ്റ് പറ്റിയാൽ എന്താണ് സംഭവിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള മുഖദ്ദമിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യുന്നത്. സുമ്മ ഇന്നൽ മുഖദ്ദമീന മിൻഹും, പിന്നീട് അവരിൽ മുഖദ്ദമീങ്ങളുണ്ട്. മുഖദ്ദമുൻ അലാ നഫ്സിഹി ലാ ഗൈറ. എന്നാൽ മുഖദ്ദമീങ്ങളിൽ ചിലരുണ്ട്, അവർ സ്വന്തം നഫ്സിന് മാത്രമാണ് മുഖദ്ദമ. അതായത് നമ്മളിപ്പോൾ മുഖദ്ദമാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരാളെ മുഖദ്ദമാക്കുന്നത് എല്ലാ മുഖദ്ദമീങ്ങളും ഒരുപോലെയാണ് നമ്മൾ വിചാരിക്കരുത്. എല്ലാവരും ഒരേ അർത്ഥത്തിൽ ഒരേ രൂപത്തിലല്ല അവർക്ക് തഖ്ദീം നൽകപ്പെടുന്നത്. ചില മുഖദ്ദമീങ്ങളുണ്ടാവും, അവരോട് മാത്രമേ അവർക്ക് തഖ്ദീം ഉണ്ടാവുള്ളൂ. അവർ നല്ലൊരു മക്കാമുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് ഷെയ്ഖ് അവരെ മുഖദ്ദമാക്കി നിശ്ചയിച്ചിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് വേറെ ആരിലേക്കും ഉത്തരവാദിത്തം ഉണ്ടാവില്ല. അവർ സ്വയം ഒരാളിലേക്ക് പോലും ഉത്തരവാദിത്തമില്ലാത്ത, ഒരാൾക്ക് പോലും ഇജാസത്ത് കൊടുക്കേണ്ടതില്ലാത്ത, കൊടുക്കുകയും ചെയ്യാൻ പാടില്ലാത്ത മുഖദ്ദം. ബിഹൈസു ഉഫീദത്ത് അലൈഹി മർത്തബത്തു തഖ്ദീം, അവരിലേക്ക് തഖ്ദീമിൻ്റെ മർത്തബ നൽകപ്പെടും. അതായത് അവർ മറ്റു മുരീദന്മാരിൽ നിന്നും മുന്നിട്ട് നിൽക്കുന്നവർ എന്ന അടിസ്ഥാനത്തിൽ അവർക്ക് തഖ്ദീമിൻ്റെ മർത്തബ നൽകപ്പെടും. പക്ഷേ അവർ വേറെ ആർക്കും ബയ്യത്തും കൊടുക്കില്ല, ഒരു ഇജാസത്തും കൊടുക്കില്ല. ഫലം യുവാഫിഖ് തബഉഹു തബ അഹദിൻ. പലപ്പോഴും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവരുടെ ഒരു നാച്ചർ, അവരുടെ ഒരു സ്വഭാവം മറ്റുള്ള ഒരു സ്വഭാവമായിട്ട് മാച്ചാവില്ല. നമ്മൾ വിചാരിക്കേണ്ട എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്നവരോ, എല്ലാവർക്കും ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നവരോ, നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റുന്നവരോ ഒന്നല്ല. നല്ല ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്ക് വേറെ ആർക്കും ഗൈഡൻസ് കൊടുക്കാൻ പറ്റില്ല. നമുക്കറിയാം അവർ ഏറ്റവും നല്ല മുരീദാണെന്ന്. അപ്പോൾ ഞാനടക്കമുള്ള മുഖദ്ദമീങ്ങളെക്കാളും ആത്മീയമായ നല്ല അവസ്ഥയുള്ള ഷെയ്ഖിന് പൂർണ്ണമായി സമർപ്പിച്ച, ഷെയ്ഖിൻ്റെ ഖിദ്മത്തിലായി നടക്കുന്ന എത്രയോ നല്ല മുരീദന്മാരുണ്ടാവും. പക്ഷെ അവർക്ക് വേറൊരാൾക്ക് ഒരു മാർഗദർശനം ചെയ്യാൻ അവർക്ക് കഴിവുണ്ടാവില്ല. അവരുടെ സ്വഭാവം മറ്റുള്ളവരുടെ സ്വഭാവം മാച്ചാവില്ല. അതിപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ബിഅൻ ശദ്ദ ഇസ്മുഹു അനിൻ നദായിർ. കാരണം അവർ എല്ലാവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പോലെയായിരിക്കും. അവർക്ക് പ്രത്യേകമായി എല്ലാവരെ പോലെ ഒരു നിയമം അവർക്ക് ബാധകാവില്ല. ഫലാ യുവാഫിഖുഹു ഷൈഉം മിനൽ മുഖല്ലിഫീൻ. ഈ തക്ലീഫുള്ള ശരീഅത്തിൻ്റെ വിധിബാധകമായ ആരുമായും അവർക്ക് ഒരു സാമ്യത ഉണ്ടാവില്ല. അവർ വേറൊരാളെ പോലെ ആവില്ല. ലിഅറാബത്തി തബഇഹി കല്ലംബിയ. കാരണം അവരുടെ
സ്വഭാവം ചില അമ്പിയാക്കന്മാരെ പോലെയാണ്. നമ്മൾ തഫ്സീറിൽ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞല്ലോ, ഒരുപാട് അമ്പിയാക്കന്മാരുണ്ട്, നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര അമ്പിയാക്കന്മാരുണ്ടാവും. ഈ അമ്പിയാക്കന്മാരെല്ലാവർക്കും പിന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അവരെ പിന്തുടരുന്ന ആളുകളുണ്ട് എന്നും അർത്ഥമല്ല. ചിലർക്ക് ആരും പിന്തുടരണമെന്നില്ല, ചിലർക്ക് ഒന്നോ രണ്ടോ ആൾക്കാരെ പിന്തുടരുന്നുണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ്? അവരുടെ ഒരു നാച്ചർ ആളുകളുമായി പിന്നെ മാച്ച് ആവുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർ അമ്പിയാക്കന്മാരാണ്. എന്തർത്ഥത്തിൽ? അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നവരാണ്, അള്ളാഹുവായിട്ട് ബന്ധമുള്ളവരാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ അവർക്ക് വേറൊരാളായിട്ട് ആളെ മാർഗദർശനം ചെയ്യാൻ കഴിയില്ല. അതുപോലെ തിജാനികളിലും നല്ല ആളുകളുണ്ടാവും. പക്ഷെ അവർക്ക് നമ്മൾക്ക് ഒരാളെ മുഖദ്ദമാക്കിയിട്ട് നിർത്തി മറ്റുള്ളവർക്ക് ഒരു മാർഗദർശനം ചെയ്യാൻ നമുക്ക് അവരെ ഏൽപ്പിക്കാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട് പറഞ്ഞാൽ അവരുടെ ഈ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട്. ഇമ്മ ലദിക്കത്തിൽ മദ്റഖിഹി, ചിലപ്പോൾ അവരുടെ എൻ്റെ ഒരു കാരണം പറയാം. ഇമ്മ ലിദിക്കത്തി മദ്റഖിഹി, അവരുടെ ആത്മീയമായ ഒരു വീക്ഷണം വളരെ സൂക്ഷ്മമായിരിക്കും. ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രത്യേക ടൈപ്പ് ഒരു വീക്ഷണമായിരിക്കും. ഇസ്തിതാറ മഖാമിഹി, അല്ലെങ്കിൽ അള്ളാഹു അവരെ മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, എല്ലാവരും വെളിവാക്കാൻ ഉദ്ദേശിച്ചല്ല. അപ്പം നമ്മൾ തൊരീക്കത്തിൽ നമ്മൾ ജമാഅത്തിലുണ്ടെന്ന് കരുതിയിട്ട് അവർ നല്ല ആളാന്ന് കരുതിയിട്ട് എല്ലാവരും വെളിവാക്കാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല. ചിലവർക്ക് അള്ളാഹ് മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മറച്ചു വെക്കാൻ ഉദ്ദേശിച്ചവർ മറഞ്ഞു തന്നെ കിടക്കും. അവർ വലിയ മക്കാമുള്ളവരായിരിക്കും, പക്ഷെ മറഞ്ഞു തന്നെ കിടക്കും. വഖ്തലത്ത് ഹിക്മത്തു അദമ സറിയാനിഹി, ഹിക്മത്ത്, ദൈവികമായ ഹിക്മത്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരിൽ നിന്ന് ഒഴികരുത് എന്നാണ്. ലിഉഖറ ഫീ റഹ്മിഹി, അവർക്ക് വന്ധ്യത ബാധിച്ചതുകൊണ്ട്. വഖ്തലത്ത് ഹിക്മത്തു അദമ സറിയാനിഹി ലിഉഖരിൻ ഫീ റഹ്മിഹി, അതായത് അവരുടെ ഗർഭപാത്രം വന്ധ്യത ബാധിച്ചതുകൊണ്ട് അവർ പ്രസവിക്കൂല. ഏതുപോലെ നമ്മളിപ്പോൾ നല്ല സ്ത്രീകളായിരിക്കും, അവരെ ആളുകൾ കല്യാണം കഴിക്കാം. പിന്നെ ഭർത്താവിന് ചിലപ്പോൾ ആ സ്ത്രീനെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർക്ക് പല കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അവർ പ്രസവിക്കൂല. അങ്ങനത്തെ പെണ്ണുങ്ങളുണ്ടാവില്ലേ? അതുപോലെ പിന്നെ മുരീദന്മാരിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അവർ വലിയ മക്കാമുള്ളവരൊക്കെ ആയിരിക്കും, പക്ഷെ അവർക്ക് വേറൊരാളിലേക്ക് അത് കൊടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ നാച്ചുറുള്ളവരുണ്ടാവും. അമ്പിയാക്കന്മാരിലും അങ്ങനെയുള്ളവർ ഉള്ളതുപോലെ ഔലിയാക്കന്മാരിലും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തിജാനികളിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് ഷെയ്ഖ് ചിലപ്പോൾ അവരെ മുഖദ്ദമാക്കിന്ന് വരും, പക്ഷെ അത് അവരിലേക്ക് മാത്രം ഒതുങ്ങുന്നതാണ്. വേറെ ആരിലേക്കും അത് കൊടുക്കാൻ അവർക്ക് പറ്റൂല. ഫലം തൊക്കദ്ദർ ലഹു വിലാദത്തുൻ മാ അഹദ്, അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് വേറൊരു കുട്ടി ജനിക്കൂല, അവരിൽ നിന്ന് ഒരു നല്ലൊരു മുരീദ് ഉണ്ടായി വരൂല, അവരിൽ നിന്ന് വേറെ ആളുകൾക്ക് മാർഗദർശനം കിട്ടൂല. അവരുടെ നാച്ചുർ അങ്ങനെ ആയതുകൊണ്ടാണ്. ലി ജുമൂദിഹി ഫി ഇൽമി റബ്ബിഹി, എന്തുകൊണ്ടാണ്? അവർ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ ഇൽമിൽ മുഴുകിയത് കൊണ്ട്, അതിലിങ്ങനെ ലയിച്ചു പോയത് കൊണ്ട് അവർക്ക് വേറൊരാളിലേക്ക് അത് പകർന്നു കൊടുക്കാൻ സാധിക്കൂല. വഹുവൽ മുസമ്മ ഫിൽ ഉർഫി ഖായിദിൻ നഫ്സിഹി, അതുകൊണ്ടാണ് ഈ മേഖലയിലുള്ള ആളുകളുടെ, അതായത് ഈ മഹത്തുക്കളായ ആളുകളുടെ അടുത്ത് അവരറിയപ്പെടുന്നത് അവരുടെ സ്വന്തം നഫ്സിന്റെ നേതാവാണ് വരുന്ന, വേറെ ആളിലേക്ക് നേതാവാക്കാൻ അവർ പറ്റൂല. യോഹുദു മഊനത്തൻ ഖായിദിർ റാഹ, അവര് ഒരു ഖായിദിർ റാഹ എന്ന് പറഞ്ഞാൽ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനെ പോലെ ഉണ്ടാവും. വലാ അസ്കർ ലഹു, പക്ഷെ ആ ഉദ്യോഗസ്ഥന്റെ കീഴിലാരും പടയാളികൾ ഉണ്ടാവില്ല. പടയാളികളൊന്നും ഇല്ലാത്ത പിന്നെ മിലിറ്ററി നേതാവ്. വഹോ മക്ബൂലും ഫി ഹദറത്ത് ഷെയ്ഖിഹി, അദ്ദേഹം ഷെയ്ഖിൻ്റെ അടുത്ത് സ്വീകാര്യനാണ്, പക്ഷെ അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും നമ്മളൊക്കെ വിചാരിക്കുക ഓരോരുത്തരിങ്ങനെ പൊന്തി ഏറ്റവും ആത്മീയമായ ഉന്നതമായ മക്കാമെത്തിച്ച അവസ്ഥയിലാണ് ഒരാൾക്ക് തഖ്ദീമ് നൽകപ്പെടുക, അവരാണ് എല്ലാവർക്കും മാർഗദർശനം ചെയ്യുക, അങ്ങനെ എന്ന് നമ്മൾ മനസ്സിലാക്കുകയേ ചെയ്യരുത്. അത് നമ്മൾ ത്വരീഖത്തിൻ്റെ ഒരു
ആത്മീയമായ ഉയർച്ചനെ അളക്കുന്ന മാനദണ്ഡമല്ല. അതേസമയം ആത്മീയമായി ഉയർന്നവരായിരിക്കാം മുഖദ്ദമീങ്ങളും ഒക്കെ. ഈ മുറബിനെ കുറിച്ചല്ല കേട്ടോ പറയണത്. സാധാരണ മുഖദ്ദമ് ആത്മീയമായി ഉയർന്നവരായിരിക്കാം. പക്ഷേ ആത്മീയമായി ഉയർന്നവരെല്ലാവരും മറ്റുള്ളവർക്ക് മാർഗദർശനം ചെയ്യുന്ന മുഖദ്ദമീങ്ങളാവണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ മുഖദ്ദമ എന്നത് ആത്മീയമായ ഉയർച്ചനെ അളക്കേണ്ട ഒരു മാനദണ്ഡമായി ആരും കണക്കാക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക. ഇനിയും പറയുന്നുണ്ട് മുഖദ്ദമിൻ്റെ മറ്റൊരു വെറൈറ്റി. വറുബ്ബമ യൂജദു മുഖദ്ദമുൻ അലാ വാഹിദിൻ ലാ ഗൈറു. ചിലപ്പോൾ ഒരു മുഖദ്ദമിനെ നമ്മൾ നിശ്ചയിക്കും. നമ്മൾ തന്നെ ഇത് ഷെയ്ഖന്മാർ പറയണ കേട്ടോ. മുഖദ്ദമിനെ ഷെയ്ഖ് നിശ്ചയിക്കും. ഇവിടെ ഷെയ്ഖ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ പറയാം അഹമ്മദ് ജാൻ തങ്ങൾ ഒരിക്കലും ഇതിങ്ങനെ നേരെ നിശ്ചയിക്കൂലല്ലോ. ഒന്നെങ്കിൽ ഈ ഖലീഫ എന്നുള്ള മർത്തബയിലെത്തിയ ആള്, അല്ലെങ്കിൽ ഖലീഫന്റെ കീഴിൽ വരുന്ന ഒരു മുറബി, അവർ നിശ്ചയിക്കും. അല്ല വാഹിദിൻ ലാ ഐറു, ഒരാളിലേക്ക് മാത്രം പരിമിതപ്പെടുത്തുന്ന ഒരു മുഖദ്ദമ. അതായത് അദ്ദേഹത്തിന് ഒരാൾക്ക് മാത്രം ബയ്യത്ത് കൊടുക്കാൻ പറ്റൂ, അങ്ങനത്തെ മുഖദ്ദമ ഉണ്ടാവും. അപ്പം നമുക്കറിയാം, ഇപ്പോൾ ചിലപ്പോൾ ഒരു നല്ലൊരു മനുഷ്യനാണ്, അവരുടെ ആ മനുഷ്യൻ്റെ ഉമ്മ ആ മനുഷ്യനോട് മാത്രമേ സംസാരിക്കുള്ളൂ. ആ മനുഷ്യന് ഉമ്മനോട് സംസാരിക്കാൻ ആ മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. ആ മനുഷ്യനാണ് നല്ല മനുഷ്യനുമാണ്, നല്ലൊരു മുരീദുമാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ ഷെയ്ഖ് ആ മുരീദിന് ബയ്യത്ത് കൊടുക്കുക, അല്ല ഈ തഖ്ദീമിൻ്റെ ഇജാസത്ത് കൊടുക്കുക. എന്തിന്? ആ ഉമ്മക്ക് ബയ്യത്ത് കൊടുക്കാൻ വേണ്ടി, ആ ഉമ്മക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ആ ഉമ്മനെ മാർഗദർശനം ചെയ്യാൻ വേണ്ടി. കാരണം ഉമ്മക്ക് വേറെ ആരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവില്ല. അങ്ങനത്തെ അർത്ഥത്തിൽ ചിലപ്പം എഴുത്തും വായനയും അറിയാത്ത ഒരാൾക്ക്, ചിലപ്പം കാഴ്ചയില്ലാത്ത ഒരാൾക്ക്, അവർക്കൊക്കെ ചിലപ്പോൾ ഒരു മാർഗദർശനം ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുത്തേക്കാം. എന്നിട്ട് അവർക്ക് ഇജാസത്ത് മറ്റേ കൊടുക്കാൻ ഏൽപ്പിച്ചു കൊടുത്തേക്കാം. അപ്പം ആ ആളും മുഖദ്ദമാണ്. പക്ഷേ ആരും മുഖദ്ദമാണ്? ആ ഒരൊറ്റ വ്യക്തിൻ്റെ മാത്രം, എല്ലാവരുടെയും മുഖദ്ദമല്ല. അപ്പം അങ്ങനെ തഖ്ദീം ഉണ്ടാവാം. അപ്പം മുഖദ്ദമ് ഒരാൾക്ക് മാത്രമുള്ള മുഖദ്ദമ ഉണ്ടാവും. ഔ ഇലാ സൗജതിഹി മസലൻ, ചിലപ്പോൾ ഭാര്യക്ക് മാത്രമുള്ള ഒരു മുഖദ്ദമ ഉണ്ടാവും. ചിലപ്പോൾ ചില ശൈഖന്മാർ ഒരു പുരുഷന് ബയ്യത്ത് കൊടുത്തിട്ട് പറയും, നിന്റെ ഭാര്യക്ക് നീ ബയ്യത്ത് കൊടുത്തോ എന്ന് പറയും. അപ്പം തന്നെ അല്ല, പിന്നീട് ചിലപ്പോൾ ഭാര്യക്ക് നീ ബയ്യത്ത് കൊടുത്തോ എന്ന് പറയും. അപ്പോൾ ആ പുരുഷൻ ആ ഭാര്യൻ്റെ മാത്രം മുഖദ്ദമ, വേറെ ആരെയും മുഖദ്ദമല്ല. ഞാൻ യുലക്കിന മുഖദ്ദമ സൗജ, തൻ്റെ ഭാര്യക്കോ ഭർത്താവിനോ ഒക്കെ ഭാര്യക്ക് ഭർത്താവ് എന്ത് ചെയ്യുക? ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി. യഅ്മുറുഹു അൻ യുലക്കിന ഹാലി സുന്നത്തി, ഒരു സുന്നത്ത് എന്ന പോലെ ഭർത്താവ് ഭാര്യൻ്റെ കീഴിലാണ്, ഭാര്യ ഭർത്താവിൻ്റെ കീഴിലാണല്ലോ നിൽക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള അടിസ്ഥാനത്തിൽ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മുരീദാണെങ്കിൽ അപ്പോൾ ആ ഭർത്താവിനെ മുഖദ്ദമാക്കുന്നു. ആർക്ക് വേണ്ടി? ആ ഭാര്യക്ക് വേണ്ടിയിട്ട്. ആ ഭാര്യനെ അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾ ഈ ഭർത്താവാണ്. അങ്ങനെയാവാം. അത് കരുതി എല്ലാ മുത്തലക്കായ അർത്ഥത്തിലും നല്ല കേട്ടോ, ചില ഇജാസത്ത് കൊടുക്കുന്ന വിഷയത്തിൽ. യുർസിലുഹു ഇലാ ബോധി ബീദിനി, അല്ലെങ്കിൽ ചിലപ്പോൾ ദൂരെ ആയതുകൊണ്ട് വേറൊരാളെ നിശ്ചയിച്ചേക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ശേഖന്മാർ നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള ആളുകളൊക്കെ മുഖദ്ദമാക്കിയത് ചിലപ്പോൾ നമ്മൾ ദൂരെ ആയതുകൊണ്ടായിരിക്കും. അതായത് ഷെയ്ഖിൽ നിന്ന് ദൂരെയാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് അവിടെ പോയി ഷെയ്ഖിൻ്റെ അടുത്തും ബയ്യത്ത് ചെയ്യാന്നുള്ള ഒന്നും പ്രാക്ടിക്കലല്ല. അപ്പോൾ നമ്മൾ ഇപ്പം ഉണ്ടല്ലോ, മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്നൊക്കെ പറഞ്ഞ പോലെ, അപ്പോൾ ഒന്നിനും പറ്റാത്തവരാണെങ്കിലും അതിനെന്ത് ചെയ്യാം, ഒരു നമ്മൾക്ക് ഇവിടെ ഈ ആൾക്കാർ ഈ നാട്ടിലെ ആൾക്കാർക്ക് എന്തായാലും ബയ്യത്ത് ചെയ്യണമല്ലോ, അതിനവിടെ പോകാനും പറ്റൂല. അപ്പോൾ പിന്നെ ഇവിടെയുള്ള ഏതെങ്കിലും ഒരാളെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, മുഖദ്ദമാക്കുക. അത് ദൂരെ ആയതുകൊണ്ട്, ഷെയ്ഖിൽ നിന്ന് ദൂരെ ആയതുകൊണ്ട് അങ്ങനെയാവാം. അതുകൊണ്ട് തന്നെ ഒരു തിജാനി മുഖദ്ദം, അയാളെന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, ഇങ്ങനെ ആവാൻ പാടുണ്ടോ, ഇതാണോ മുഖദ്ദം എന്ന് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ മുഖദ്ദമാകുന്ന ആൾ ചിലപ്പോൾ ദൂരെ ആയതുകൊണ്ട് ഷെയ്ഖാക്കിയതായിരിക്കും. അത് വെച്ചിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു നമ്മളെ ത്വരീക്കത്തിന് അളക്കാൻ പറ്റൂല എന്ന് പറയാം. ദൂരെ ആയതുകൊണ്ട് ചിലപ്പോൾ ആക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഒരാൾ ബയ്യത്ത് ചെയ്തു, കാശ്മീരിൽ നിന്ന് ബയ്യത്ത് ചെയ്തു, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് ബയ്യത്ത് ചെയ്തു. അപ്പോൾ അവർ നമ്മുടെ നാട്ടിലേക്ക് വരലോ, നമ്മളെ കാര്യങ്ങൾ നോക്കലൊന്നും, ഷെയ്ഖുമായി ബന്ധപ്പെടലൊന്നും, അല്ലെങ്കിൽ ഷെയ്ഖിൻ്റെ നാട്ടിലേക്ക് ഒന്നും ഒരു പ്രാക്ടിക്കലായ സാധനം ആവില്ല.
അപ്പോൾ അവിടെ ഒരു 4-5 ആൾക്കാരുണ്ട്, ഒരു 10 ആൾക്കാരുണ്ട്, അവരിൽ ഒരാളെ മുക്കദ്ദമാക്കി എന്ന് പറഞ്ഞാൽ അത് അവരെ ഏറ്റവും ഉഷാറായതുകൊണ്ട് തന്നെ ആവണമെന്നില്ല, നമ്മളെ ദൂരം പരിഗണിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഉണ്ടാവും വയുനീബുഹു ഫി അഹദിൻ അൽഹൂദ് വശുറൂത്ത്. ചിലപ്പോൾ പിന്നെ ബയ്യത്ത് ചെയ്യുന്നതിനും ഉടമ്പടി നടത്തുന്നതിനും നിബന്ധനകൾ വിശദീകരിച്ചു കൊടുക്കുന്നതിനും ഒക്കെ ചിലപ്പോൾ ഒരു ഷെയ്ഖ് പകരക്കാരനായിട്ട് ഒരാളെ അയച്ചേക്കാം. ഉദാഹരണത്തിന് ഷെയ്ഖ് ഹബീബ് ഷാൽ തങ്ങളൊക്കെ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഷെയ്ഖ് പറയാറുണ്ട്, ഞാൻ ഷെയ്ഖുല്ലാഹി തങ്ങൾ എന്നെ പകരക്കാരനായിട്ട് അയച്ചതാണെന്ന്. പകരക്കാരനായി അയച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യാത്രയിൽ ഷെയ്ഖിനെ പോലെ അവരെ നമ്മൾ പരിഗണിക്കണം എന്നർത്ഥം. വഹുവ നായിബുൻ അൻഹു മുനജ്ജലു മൻജിലത്തുഹു. അപ്പോൾ ഷെയ്ഖിന്റെ പകരക്കാരനാണ് അദ്ദേഹം. ആ ഒരു യാത്രയിൽ ആ ഒരു വിഷയത്തിൽ ഷെയ്ഖിൻ പരിഗണിക്കണ പോലെ അദ്ദേഹത്തെ പരിഗണിക്കണം. കാരണം ഷെയ്ഖിന്റെ സ്ഥാനത്തേക്ക് കയറി നിൽക്കുന്ന ആളാണ് അദ്ദേഹം. ഫയജിബു അലൈഹി, അതുകൊണ്ട് ഷെയ്ഖിന് നിർബന്ധമാണ് അൻ യതഹറ അൻഫസ അസ്ദിഖാഇഹി, ആ ഷെയ്ഖിന്റെ അനുചരന്മാരിൽ നിന്ന് ഏറ്റവും നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കല് ആ വിഷയത്തിന്. കാരണം ഷെയ്ഖിന്റെ പകരക്കാരനെ നിൽക്കുക എന്ന് പറയുമ്പോൾ നല്ല അതിന് സ്യൂട്ടബിൾ ആയ ആളായിട്ടില്ലെങ്കിലും ആ ആള് ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ഷെയ്ഖിന്റെ പ്രവർത്തനങ്ങളെ പോലെ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഇപ്പോൾ ചില ഒരു ഖലീഫക്കല്ലാതെ നമ്മൾ ത്വരീഖത്തിലെ ഇജാസത്ത് നൽകപ്പെടുന്ന ഒരാൾ മുഖദ്ദമാക്കിയാൽ ഒരു ഖലീഫക്കല്ലാതെ ആ തഖ്ദീം എടുത്തു കളയാൻ അധികാരമില്ല എന്ന് പറഞ്ഞിരുന്നു. വഹുവ മുഖദ്ദമൻ മർത്തബത്തിൻ, അതൊരു എന്നാലും അവിടെ ആ ഒരു മുഖദ്ദമിന്റെ പൊസിഷൻ എന്താണ്, ആ നായിബാവുന്ന മുഖദ്ദമിന്റെ പൊസിഷൻ എന്താണ്, അതൊരു സ്ഥാനത്തിന്റെ പൊസിഷനാണ്. അതിനർത്ഥം കലാകാലം നായിബായിരിക്കുന്നതാണോ? അല്ല. വലാ തലിദുല് തഹജ്ജുരിഹ അൻഹാസിൻ, എന്നാൽ അതിൽ നിന്ന് കുട്ടി പറക്കൂല എന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻ്റായ മുത്തലക്കായ നായിബാക്കലല്ല, അതൊരു ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നായിബാക്കലാണ്. അപ്പോൾ ആ വിഷയം കഴിഞ്ഞാൽ പിന്നെ അത് നിന്നു. അപ്പം അതിൽ നിന്ന് ഒരാളെ ഒരു പരിപൂർണമായ മുത്തലക്കായ ഖലീഫയായി നിശ്ചയിച്ചു ഷെയ്ഖ് എന്ന് കരുതാം. പിന്നെ അവരിൽ നിന്ന് മറ്റ് ഇജാസത്തുകൾ പിന്നെയും പുറപ്പെടും, അവരിൽ നിന്ന് പിന്നെയും പുറപ്പെടും, അങ്ങനെ ചെയ്യാലോ. പക്ഷെ ഈ ഇജാസത്ത് കൊണ്ട് അങ്ങനെ പുറപ്പെടൂല, അത് ആ വിഷയത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന. അപ്പോൾ ഇതുപോലെ മശായിഖന്മാർക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, ഒരു യാത്രയുമായി ബന്ധപ്പെട്ട്, ഒരു നാടുമായി ബന്ധപ്പെട്ട്, ഒരു സമയവുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകളെ നായിബായി നിശ്ചയിക്കാം. അങ്ങനെ നായിബായി നിശ്ചയിച്ചാൽ ആ സമയത്തൊക്കെ ഷെയ്ഖിന്റെ പകരക്കാരനാണ് അദ്ദേഹം. പക്ഷെ അത് കഴിഞ്ഞാൽ അതില്ല. റുബമായ യുഖദ്ദം വാല ഖരിയത്തിൻ, ചിലപ്പോൾ ഒരു മുഖദ്ദമാവുക എന്ന് പറയുന്നത് ഒരു നാട്ടിലേക്കാവാം, ഏതെങ്കിലും നാട്ടിലെ മാത്രം മുഖദ്ദം. ഇപ്പോൾ നമ്മളിപ്പോൾ ആണെങ്കിൽ ഒരു ഷെയ്ഖിന് ഒരു മുഖദ്ദമിനെ നിശ്ചയിക്കാം, കോഴിക്കോടേക്ക് മാത്രം മുഖദ്ദം, മലപ്പുറത്തേക്ക് മാത്രം, അല്ലെങ്കിൽ കേരളത്തിലേക്കുള്ള മുഖദ്ദം, തമിഴ്നാട്ടിലേക്കുള്ള മുഖദ്ദം, അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുള്ള മുഖദ്ദം, പാകിസ്ഥാനിലേക്കുള്ള മുഖദ്ദം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നാട്ടിലേക്ക് മാത്രമുള്ള മുഖദ്ദം ലാ ഗൈറ. പക്ഷെ ആ നാടിന് പുറത്തെ മുഖദ്ദം ആവില്ല, അങ്ങനെ സാധ്യമാവാം. എനിക്ക് തലത്തുഹുൽ ഹിക്മ, ആ ഹിക്മത്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു നാട്ടിലേക്കുള്ളതോ ഒരു പ്രദേശത്തേക്കുള്ള മുഖദ്ദമാവാം, അതിൻ്റെ അപ്പുറത്തേക്കാവാൻ പറ്റൂല. വറബുമാ യുഹ്ജറു ബി ത്വരീഖിൽ ഹജ്ജി മസലൻ ലാ ഗൈറ, ചിലപ്പോൾ ഹജ്ജിലേക്ക് മാത്രമുള്ള മുഖദ്ദമാവാം. ഒരു ഉദാഹരണത്തിന് പറഞ്ഞ മസലൻ എന്നാണ് ഉദാഹരണത്തിന് പറഞ്ഞ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ആ യാത്രയിൽ ഷെയ്ഖിന്റെ മുഖദ്ദം, എന്നാൽ യാത്ര കഴിഞ്ഞാൽ ഷെയ്ഖിന്റെ മുഖദ്ദമല്ല, അങ്ങനെയാവാം. ലാ ഗൈറ. സുമ്മ യുക്കഫ ബുജൂബൻ, പിന്നെ ആ യാത്ര കഴിഞ്ഞാൽ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരൽ നിർബന്ധം. ഫി ബലദിൻ ലം യക്കുൻ ഫിഹി മുഖദ്ദം, അപ്പം അദ്ദേഹം യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു, അവിടെ ഒരു മുഖദ്ദം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്ദേഹം അവിടെ മുഖദ്ദമിന്റെ പൊസിഷൻ കാണിക്കാൻ പാടില്ല. ഒരു നാട്ടിലൊരു മുഖദ്ദം ഉണ്ടെങ്കിൽ പിന്നെ ഇദ്ദേഹം ആ നാട്ടിലേക്ക് വന്നാൽ പിന്നെ അദ്ദേഹം മുഖദ്ദമിന്റെ സ്ഥാനം കാണിക്കാൻ പാടില്ല. വറുബമ യുത്ലഖു ലഹു ബിഹസ്ബിൽ ബുൽദാൻ, ചിലപ്പോ അദ്ദേഹം ഒരുപാട് നാടുകളിലേക്ക് മുഖദ്ദമായിരിക്കും. അപ്പോൾ ഏഷ്യയിലേക്ക് മൊത്തമുള്ള മുഖദ്ദം, ആഫ്രിക്കയിലേക്ക് മൊത്തമുള്ള മുഖദ്ദം, അങ്ങനെ ആവാം. ഒരുപാട് നാടുകളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഡിസ്ട്രിക്റ്റുകൾ ഒരുമിച്ചിട്ട്
അങ്ങനെയൊക്കെ ആവാം. ഏതെങ്കിലും പ്രദേശം മാത്രം, അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ടൗണിലേക്കുള്ള ഡിസ്ട്രിക്റ്റിലേക്കുള്ളൊക്കെയാണ് ഷെയ്ഖുമാർ നിശ്ചയിക്കുക. അല്ലെങ്കിൽ ഒരു പ്രദേശം മൊത്തം അങ്ങനെയാവാം. മാ ഷുറൂത്തുൽ ആദാബി മാൽ മുഖദ്ദമീൻ. പക്ഷെ അങ്ങനെ അദ്ദേഹത്തെ നിശ്ചയിക്കപ്പെടുമ്പോൾ പ്രശ്നം എന്താ വരിക പറഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ സെനഗലിൽ ഒരു മുഖദ്ദമിനെ നിശ്ചയിച്ചു ഷെയ്ഖ്. അപ്പോൾ അദ്ദേഹത്തിന് മദീന ബൈയിലുള്ള മുഖദ്ദമ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സെനഗലിൽ മൊത്തമുള്ള മുഖദ്ദമ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഓരോ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ വേറെ വേറെ മുഖദ്ദമീങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇയാൾ മറ്റ് മുഖദ്ദമീങ്ങളെ അദബുകൾ പരിപാലിക്കണം, അവരുടെ അദബിലായി നിൽക്കണം. അല്ലാതെ ഞാൻ മുഖദ്ദമാണ്, എനിക്ക് തോന്നിയ പോലെ ചെയ്യാൻ അങ്ങനെ ആവരുത്. അവരോട് അദബ് കാണിച്ചുകൊണ്ട് ഇദ്ദേഹം അവിടെ മുഖദ്ദമായി നിൽക്കണം. ബിഹൈസു ലാ യുലക്കിൻ ഫി ബലദിൻ. എത്രത്തോളമാണ് അദബ് കാണിക്കണം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു നാട്ടിലേക്ക് പോയി, ആ നാട്ടിൽ വേറെ മുഖദ്ദമുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാ യുലക്കൻ ഫി ബലദിൻ, അവൻ അവിടെ ബയത്ത് കൊടുക്കരുത്. ഫി ഔറഫു മിൻഹു, ആ രണ്ടാമത്തെ മുഖദ്ദം അദ്ദേഹത്തെക്കാളും നല്ല ആളും അള്ളാഹനെ അറിഞ്ഞ ആളും കൂടുതൽ പ്രശസ്തനും അങ്ങനെയൊക്കെ ഉള്ള ആളാണെങ്കിൽ അദ്ദേഹം ഉണ്ടായിരിക്കെ ഇയാൾ പോയി ബയ്യത്ത് കൊടുക്കരുത്. ഒരു നാട്ടിൽ തന്നെയാണ് ഒരു സദസ്സിൽ ഇപ്പോൾ ഒരാൾ ബയ്യത്ത് ചെയ്യണം. നമ്മളിപ്പോൾ അഭിശാലത്തങ്ങൾ ഇരിക്കുകയാണ്, വേറൊരാൾ ഇവിടെ വേറൊരു മുഖദ്ദമുണ്ട് ഇവിടെ. അപ്പോൾ അഭിശാലത്തങ്ങൾ ഇരിക്കെ അഭിശാലത്തങ്ങളെ സമ്മതമില്ലാതെ എന്ത് ചെയ്യരുത്, നമ്മൾ ഒരു മുരീദിനെ ബയ്യത്ത് കൊടുക്കാൻ പാടില്ല അതേ സദസ്സിൽ വെച്ചിട്ട്. ആ നാട്ടിൽ വെച്ചിട്ടും അങ്ങനെ തന്നെയാണ് സ്ഥിതി. അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലെങ്കിൽ, ഷെയ്ഖിൻ്റെ സമ്മതമില്ലാതെ ചെയ്യരുത്. അതുപോലെ നമ്മൾ നാട്ടിൽ പോയാൽ നാട്ടിൽ നമ്മളെക്കാളും ഒരു മുഖദ്ദമാണെങ്കിൽ ആ മുഖദ്ദമിനേക്കാൾ നല്ലതെന്ന് തോന്നുന്ന വേറൊരു മുഖദ്ദമുണ്ട്, അദ്ദേഹത്തിനേക്കാൾ പരിപൂർണനാണ് ആ മുഖദ്ദം എന്ന് ഇദ്ദേഹത്തിന് തോന്നിയാൽ പിന്നെ ആ മുഖദ്ദമിൻ്റെ നാട്ടിൽ വെച്ച് ഇദ്ദേഹം ബയ്യത്ത് കൊടുക്കരുത്. വാഖദമു അസിയസു മിൻഹു, ഇദ്ദേഹത്തിനേക്കാളും മുന്നിൽ വന്ന മുഖദ്ദം, അതുപോലെ ഇദ്ദേഹത്തെക്കാളും അനുഭവമുള്ള മുഖദ്ദം ഒരു നാട്ടിലുണ്ടെങ്കിൽ ആ മുഖദ്ദമിൻ്റെ അനുമതിയോട് കൂടിയല്ലാതെ ഈ മുഖദ്ദം അവിടെ ബയ്യത്ത് കൊടുക്കാൻ പാടില്ല. വറുബ്ബമാ യുത്ലഖു ലഹു ലി കമാലിഹി. ഇനി ചിലപ്പോൾ ഒരു മുഖദ്ദമായി നിശ്ചയിക്കുക. എന്തുകൊണ്ട്? ലി കമാലിഹി, അദ്ദേഹത്തിൻ്റെ പരിപൂർണത കൊണ്ട്. അപ്പോൾ ഒരു നാട്ടിലേക്ക് നിശ്ചയിക്കുമ്പോൾ ആ മുഖദ്ദമ നിശ്ചയിക്കപ്പെടുമ്പോൾ തന്നെ മറ്റേ മുഖദ്ദമിങ്ങളെക്കാളൊക്കെ പരിപൂർണനാണ് ഇദ്ദേഹം എന്നർത്ഥത്തിൽ നിശ്ചയിക്കപ്പെടാം. അങ്ങനെയാണെങ്കിലോ യുലക്കിന് മാ മുജൂദുൽ മുഖദ്ദം, മറ്റു മുഖദ്ദമിങ്ങൾ നിലനിൽക്കെ തന്നെ ഇദ്ദേഹത്തിന് ബയ്യത്ത് കൊടുക്കാം. ഒരു നാട്ടിൽ കുറച്ച് മുഖദ്ദമിങ്ങളുണ്ട്, എന്നാൽ അവിടെ നമ്മൾ ഷെയ്ഖ് വേറൊരു മുഖദ്ദമിനെ നിശ്ചയിച്ചു. എന്നാൽ ആ നിശ്ചയിച്ച മുഖദ്ദം മറ്റു മുഖദ്ദമിങ്ങളെക്കാളൊക്കെ പരിപൂർണനാണ്. ആ അദ്ദേഹത്തിൻ്റെ പരിപൂർണത കൊണ്ടാണ് ഷെയ്ഖ് അദ്ദേഹത്തെ മുഖദ്ദമായി നിശ്ചയിച്ചത്, അല്ലാതെ ദൂരം കണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൺസ്ട്രെയിൻ കൊണ്ടോ ഒന്നല്ല. അദ്ദേഹം അത്രയും ഉന്നതനാണെന്ന് ഷെയ്ഖിന് ബോധ്യപ്പെട്ടിട്ടാണ് അദ്ദേഹത്തെ നിശ്ചയിച്ചതെങ്കിൽ അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് ബയ്യത്ത് കൊടുക്കാം, മറ്റു മുഖദ്ദമകൾ ഉണ്ടാവുന്നതോടുകൂടി തന്നെ. കാരണം ലി കമാലിഹി ഫി മഖാമിൽ തർബിയ, കാരണം ഇദ്ദേഹത്തിന് തർബീയത്തിൽ പരിപൂർണത ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മറ്റ് മുഖദ്ദമികൾ നിലനിൽക്കെ തന്നെ ബയ്യത്ത് ചെയ്യാൻ പറ്റുന്നത്, ബയ്യത്ത് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഷെയ്ഖ് ഒരു നാട്ടിലേക്ക് ഒരു മുഖദ്ദമിനെ അദ്ദേഹത്തിൻ്റെ പരിപൂർണത കൊണ്ടും തർബീയത്തിൽ ഉന്നതമായ മക്കാം എത്തിച്ചത് കൊണ്ടുമാണ് മുഖദ്ദമാക്കിയതെങ്കിൽ മറ്റു മുഖദ്ദമികൾ നിലനിൽക്കെ തന്നെ ഇദ്ദേഹത്തിന് ബയ്യത്ത് കൊടുക്കാം. എല്ലാം അദ്ദേഹത്തിനെ മറ്റെന്തെങ്കിലും അടിസ്ഥാനത്തിലാണ് മുഖദ്ദമാക്കിയതെങ്കിൽ, അങ്ങനെ പരിപൂർണത കൊണ്ടോ തർബീയത്തിൽ ഉന്നതമായ അവസ്ഥ എത്തിച്ചുകൊണ്ടോ ഒന്നല്ല. അങ്ങനെയാണ് ഒരു നോർമൽ മുഖദ്ദമാക്കുന്നൊരവസ്ഥയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തെക്കാൾ സീനിയറായ, അദ്ദേഹത്തെക്കാൾ അനുഭവ പരിചയമുള്ള, അദ്ദേഹത്തെക്കാൾ ഈ വിഷയത്തിൽ ഉഷാറുള്ള ആളുകൾ എടുത്തെത്തിയാൽ അദ്ദേഹം പിന്നെ ബയ്യത്ത് കൊടുക്കാൻ പാടില്ല. ഇനി അന്നഹു, കാരണം അന്നഹു യജിബു അലൽ മുഖദ്ദമിൽ ബലദ്, ഓരോ നാട്ടിലെയും മുഖദ്ദമിന് നിർബന്ധമാണ്. ഇദാ ലഹറ അക്മലു മിൻഹു, ആ നാട്ടിൽ അദ്ദേഹത്തെക്കാളും പരിപൂർണനായ ഒരു മുഖദ്ദം വെളിവായാൽ അൻ യദ്ഖുലു ഫീ ത്വാഅതിഹി വ ഖിദ്മതി, ആ മുഖദ്ദമിൻ്റെ അനുസരണയിലും ഹിദ്മത്തിലുമായ ആ മുരീദ്, ആ മുഖദ്ദം കയ്യാന്നുള്ളത് മുഖദ്ദമിന് നിർബന്ധ, മുരീദിനല്ല. ഒരു മുഖദ്ദമിനേക്കാളും പരിപൂർണത ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു വേറെ മുഖദ്ദമിന്,
അതായത് അദ്ദേഹത്തെക്കാൾ പരിപൂർണത ഉള്ളൊരു മുഖദ്ദമ് ആ നാട്ടിലുണ്ട്, അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ട്. ആ കാര്യം ഈ മുഖദ്ദമിന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പരിപൂർണനായ മുഖദ്ദമ നിലനിൽക്കെ തന്നെ ഇദ്ദേഹം വേറൊരാളായിട്ട് ഇങ്ങനെ വേറൊരു ജമാഅത്തായിട്ട് അങ്ങനെ പോകാൻ പാടില്ല. ഇദ്ദേഹത്തിന് നിർബന്ധമാണ് അദ്ദേഹത്തിന്റെ അനുസരണയിലായിട്ടും ഹിദ്മത്തിലായി നിലനിൽക്കുക എന്ന് പറയുന്നത്. എത്രത്തോളം തന്നെ ഹത്താ യദ്ഹബ, അദ്ദേഹം ആ നാട്ടിൽ നിന്ന് പോകുന്നത് വരെ അങ്ങനെ ചെയ്യണം. ലി വുഫൂർ ഫൈലിഹി അലൈ, എന്തിനാണ്? ആ പരിപൂർണനായ മുഖദ്ദമിന്റെ ഫൈല് ഈ മുഖദ്ദമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. വല ഐരിഹി, അതുപോലെ മറ്റുള്ളവരിലേക്കും അദ്ദേഹത്തിന്റെ മുരീദന്മാരിലേക്കും. ഫൽഹക്കു അഹക്കു അയ്യത്തബ, കാരണം സത്യമാണ് പിന്തുടരപ്പെടാൻ ഏറ്റവും സത്യമായത്. വാസുലുൽ ഖൈർ അൽ ഇൻസാഫ്, ഖൈറിന്റെ നന്മയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീതി കാണിക്കലാണ്. വഹുവ ഖബൂലുൽ ഹക്കു ഇൻദ ളുഹൂരിഹി, അതെന്താണ്? ആ ഹക്ക് വെളിവായ സമയത്ത് അതിനെ സ്വീകരിക്കലാണ്. അപ്പോൾ ഇവിടെ അപ്പോൾ നമ്മൾ നോക്കുക കാണാം, എല്ലാ നാട്ടിലും ഇപ്പോൾ സെനഗൽ പോലത്തെ മൗറിത്താനിയ പോലത്തെ നാടുകളിലൊക്കെ ഒരുപാട് മുഖദ്ദമീങ്ങളും ഒരുപാട് മുഖദ്ദമീങ്ങളും കൊണ്ടെടുക്കുന്ന ആൾക്കാരും ഇല്ലേ. അപ്പോൾ അവരെല്ലാവരും അവരൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ആ നാട്ടിലെ ഏറ്റവും നല്ല മുഖദ്ദമിനെ സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. അപ്പം എന്താണ് ഇതും അതും വൈരുദ്ധ്യമാവൂലേ? അത് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മുഖദ്ദമിൻ്റെ അദബാണ് അദ്ദേഹത്തെക്കാളും ഇൽമിലും അദബിലും മാരിഫത്തിലൊക്കെ ഉന്നതനായ മറ്റൊരു മുഖദ്ദമ നാട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലായിട്ട് അദ്ദേഹം പറയണ പോലെ ആ കാര്യങ്ങൾ ചെയ്യൽ, അത് അദ്ദേഹത്തിന്റെ അദബാണ്. എന്നതും അദബ് ഒഴിവാക്കിയെന്ന് കരുതിയിട്ട് മുഖദ്ദമിന്റെ സ്ഥാനത്ത് നിന്ന് ഒഴിവാകുന്നില്ല. ഇവിടെ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന്റെ ആത്മീയമായ വളർച്ചക്ക്, അദ്ദേഹത്തിന്റെ ആത്മീയമായ യാത്രക്ക് നിർബന്ധമാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ സ്റ്റക്കായി പോകും. ഒന്ന്. രണ്ടാമത്തേത്, എല്ലാവർക്കും അത് അറിയണമെന്നില്ല. ഇതിപ്പോൾ അറിഞ്ഞാലാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. എല്ലാവർക്കും ഒരു മുഖദ്ദമിന് മറ്റൊരു മുഖദ്ദമാണ് അദ്ദേഹത്തെക്കാളും പരിപൂർണത ഉള്ളത്, അദ്ദേഹത്തെക്കാളും അറിവും അനുഭവമൊക്കെ അദ്ദേഹത്തിനുള്ളതും ഈ ആൾക്ക് മനസ്സിലാവണമെന്നില്ല. മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെ ആയി നിലനിൽക്കാം. രണ്ടുപേർക്കും അതിന് അവരുടെ കമാലിയത്തിനനുസരിച്ചുള്ള ഇജാസത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ. എന്നാൽ ഒരാൾക്കത് അറിയാം, മറ്റൊരു മുഖദ്ദമ് ആ നാട്ടിലുണ്ട്, അദ്ദേഹം ഇദ്ദേഹത്തെക്കാൾ ഉന്നതനാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അപ്പോൾ എനിക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമോ, എനിക്ക് ആൾക്കാരുടെ സ്വീകാര്യം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം മറ്റേ ആളുടെ അടുത്തേക്ക് പോവാതിരിക്കുകയോ മറ്റാളുടെ അനുസരണയിലായി നിൽക്കാതിരിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മീയമായ യാത്രനെ തടഞ്ഞു കളയും ആ മുഖദ്ദമിൻ്റെ. സുമ്മ ഇന്നഹു റബ്ബമായ യുഖദ്ദമു ലി തൽഖീനി വിർദുൽ ലാസിമി ലാ ഗൈറ. എന്നാൽ ചില മുഖദ്ദമീങ്ങൾ നിശ്ചയിക്കപ്പെടാറുണ്ട് വിർദുൽ ലാസിം ഇജാസത്ത് കൊടുക്കാൻ വേണ്ടി മാത്രം. മറ്റുള്ളവർക്ക് ബയ്യത്ത് കൊടുക്കും, വിർദുൽ ലാസിം പറഞ്ഞു കൊടുക്കാൻ, വേറൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. ഉപമായ തഖയ്യദു ബിദിക്രിൻ ഹാസ്, ചിലർക്ക് പ്രത്യേകമായ ദിക്റുകൾ കൊടുക്കാൻ വേണ്ടി മാത്രം ഇജാസത്ത് കൊടുക്കും. സലാത്തുൽ ഫാത്തിഹിന്റെ ഇജാസത്ത് കൊടുക്കാൻ വേണ്ടി, ഹിസ്ബുൽ ബഹറിന്റെ ഇജാസത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ മുഖദ്ദമായി നിൽക്കെ അവർക്ക് ബയ്യത്തും അതോടൊപ്പം മറ്റ് സ്പെഷ്യലായ കുറച്ച് ദിക്റുകളും കൊടുക്കാനും ഇജാസത്ത് കൊടുത്തു എന്ന് വരാം. ലാ യതഅദ്ദാഹു, അവർക്ക് എന്താണോ ഇജാസത്ത് കൊടുക്കപ്പെട്ടത് അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ഇജാസത്തില്ല. ഫഹുക്കുമു ലി മുറബ്ബിഹി, അതുകൊണ്ട് അവരുടെ വിധി അവരുടെ മുറബ്ബി നിശ്ചയിക്കുന്നതിനനുസരിച്ചാണ്. ഫലായത്തുലുബുഹു സിയാദ, അതുകൊണ്ട് മുറബ്ബിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഈ മുഖദ്ദമീങ്ങൾ കൂടുതൽ ചോദിക്കരുത്. അതായത് അവർക്ക് എന്താണോ ഇജാസത്ത് കിട്ടിയത് അത് സ്വീകരിക്കാം. ഇജാസത്തിന് വേണ്ടി അവരോട് ചോദിച്ച് നടക്കരുത്. ഹത്താ യുഫീദ അലേഹി ബിലാ തലബിൻ, അവർ ചോദിക്കാതെ തന്നെ കിട്ടുന്നവർക്ക് വാങ്ങാം, അല്ലാതെ അവർ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ഫഹുവ നാജിഉ ഫീഹി വഫീ ഗൈരിഹി, അതാണ് അവനും മറ്റുള്ളവർക്കും നല്ലത്. ഈ ഒരു മുഖദ്ദമിന് കുറച്ച് ഇജാസത്ത് കൊടുത്താണ്, പക്ഷെ മുത്തലക്കായ എല്ലാത്തിലുള്ള ഇജാസത്തും കൊടുത്തില്ല. ചിലത് കൊടുത്തിന്, ചിലത് കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ കൊടുക്കാത്തതിൻ്റെ വേണ്ടിയിട്ട് ഒരു പിന്നാലെ നടക്കുന്നത് അവനോ അവൻ്റെ കീഴിലുള്ള ആളുകൾക്കോ നല്ലതല്ല. ഇനിയോ വറുബമായി യുത്ലഖ് ലഹു, എന്നാൽ ചിലപ്പോൾ അവർക്ക് അവരുടെ ഇജാസത്ത്
മുത്തലക്കായി നൽകപ്പെടാം, പരിപൂർണാർത്ഥത്തിൽ നൽകപ്പെടാം. ഇൻകാനത്ത് ഹദറത്തുഹു മുത്തലക്കത്തൻ മുനാസിബത്തിൻ ലിക്കുല്ലി ഖലായിക്. കാരണം എപ്പോഴാണ് അങ്ങനെ നൽകപ്പെടുക? അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ. അതായത് ഒരു മുരീദ്, ആ മുരീദിന് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റും, എല്ലാവർക്കും യോജിച്ച കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും, എല്ലാവർക്കും യോജിച്ച ദിക്റുകൾ കൊടുക്കാൻ പറ്റും, എല്ലാവർക്കും അവരുടെ വൈവിധ്യങ്ങൾക്കനുസരിച്ച് ഇവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, മാറിക്കൊണ്ടിരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചിലർക്ക് ചില ആൾക്കാർ ചില രീതി മാത്രമേ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റൂല. ചില രീതിയിലൂടെ മാത്രം മുന്നോട്ട് പോകുന്നവരെ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് മുത്തലക്ക ഇജാസത്ത് കൊടുക്കാൻ പറ്റൂല. കാരണം അതിൻ്റെ അപ്പുറത്തുള്ള രീതിനെ അവർക്ക് സ്വീകരിക്കാൻ പോലും പറ്റൂല. അപ്പോൾ എല്ലാ ടൈപ്പ് ആളുകളെയും സ്വീകരിക്കാൻ പറ്റുന്ന, എല്ലാ ടൈപ്പ് ആളുകൾക്കും മാർഗദർശനം ചെയ്യാൻ പറ്റുന്ന, മനുഷ്യന്മാരൊരേ ഫിത്രത്തിലല്ലല്ലോ അള്ള പഠിച്ചത്, വ്യത്യസ്ത രൂപത്തിൽ എല്ലാവരിലേക്കും അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് മുനാസിബൻ ലിക്കുല്ലി ഖലായിക്, എല്ലാ സൃഷ്ടികളോടും യോജിക്കുന്നവർ, വലിക്കുല്ലി അദ്കാർ, അതുപോലെ എല്ലാ ദിക്റുകൾക്കും യോജിച്ചവർ. എല്ലാവർക്കും എല്ലാ ദിക്റും യോജിച്ചതല്ല, അപ്പം എല്ലാ ദിക്റുകൾക്കും യോജിച്ചവർ. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ മുത്തലക്കായ ഇജാസത്ത് കൊടുക്കും. കംപ്ലീറ്റായി നിങ്ങൾക്ക് എന്തും ചെയ്യാം, ചൊല്ലാം, ആർക്കും എന്തും പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇജാസത്ത് കൊടുക്കാം. എന്നാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പരിമിതമായ ഇജാസത്തുകൾ കൊടുക്കാം. ചില നാടിലേക്ക്, ചില ആൾക്കാരിലേക്ക്, ചില ദിക്റുകളിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിധി നിശ്ചയിക്കപ്പെട്ടത്. യുത്ലഖുലഹു ബിഇതിബാർ നഫ്സി, എന്നാൽ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം പരിപൂർണനായിരിക്കും താനും. അതായത് നേരത്തെ പറഞ്ഞല്ലോ, മുഖദ്ദമ, അദ്ദേഹം സ്വന്തത്തിൽ മുഖദ്ദമാണ്. ആ അർത്ഥത്തിൽ സ്വന്തത്തിൽ പരിപൂർണനായ മുഖദ്ദമും മറ്റവരിലേക്ക് ചേർത്തിയിട്ട് പരിമിതികൾ നിശ്ചയിക്കപ്പെട്ട മുഖദ്ദമും ആവാം. ഇങ്ങനത്തെ ഒക്കെ രീതിയിൽ മുഖദ്ദമീങ്ങളാവാം. അപ്പോൾ മുഖദ്ദമ എന്ന് പറയുന്ന സ്ഥാനം ഇതൊക്കെയാണ്. പണ്ടൊക്കെ ആളുകൾ ത്വരീഖത്തിന്റെ ഇജാസത്ത് സ്വീകരിക്കണമെങ്കിലും മുഖദ്ദമിന് കീഴിലായി നമ്മൾ ത്വരീഖത്തിന്റെ അധ്യാപനങ്ങളും അദബുകളും ഷർത്തുകളും അതിൻ്റെ രീതികളും പഠിച്ച് ആത്മീയമായി യാത്ര നടത്തണമെന്നുണ്ടെങ്കിൽ ഓരോ നാടുകളിലെ മുഖദ്ദമീങ്ങളെ തപ്പിപ്പോവുകയും അവരുടെ അടുത്ത് പഠിക്കുകയും മനസ്സിലാക്കുകയും അവരുടെ കൂടെ സഹവസിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു നിബന്ധന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമുക്ക് ഇത് കുറേ എളുപ്പമാക്കി തന്നു. നമ്മളതൊന്നും ചെയ്യണ്ട, നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കാം. അത്ര കഷ്ടപ്പാടൊന്നുമില്ല ഈ വിഷയത്തിൽ. അപ്പോൾ നമുക്ക് ഈ ബൗണ്ടറി അത്ര പ്രസക്തമല്ല. പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു അള്ളാഹു നമുക്ക് തന്ന വലിയൊരു തൗഫീഖാണ്. അപ്പോൾ നമ്മൾ ഫിസിക്കലായിട്ട് നമ്മൾ എന്തൊക്കെ അതിന് വേണ്ടി ചെയ്യേണ്ടതുണ്ടോ അതിൻ്റെ ഒരു ചെറിയ എഫേർട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓൺലൈനായിട്ടെങ്കിലും ചെയ്യണം. കാരണം ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഫിസിക്കലായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടിയിരുന്നു. കാരണം അള്ളാഹിനെ അറിയലും അള്ളാഹിലെ യാത്ര ചെയ്യലും പഠിപ്പിക്കലും ഇതൊക്കെ എല്ലാവർക്കും നിർബന്ധമല്ലേ. അത് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ എന്ത് ചെയ്യണം? രാവിലെ നമ്മൾ വീട്ടിൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ജാവിയിൽ പോവുക, അവിടെ നമ്മൾ നാട്ടിലുള്ള മുഖദ്ദമിനെ കണ്ടുപിടിക്കുക, നമ്മുടെ നാട്ടിൽ മുഖദ്ദമില്ല വേറെ നാട്ടിൽ പോവുക, അവിടെ പോയി അവരുടെ കൂടെ ഇരിക്കുക, അവരുടെ അടുത്ത് പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് അവിടെ ഖിദ്മത്തൊക്കെ ചെയ്യുക, പോരുക, വീണ്ടും അങ്ങോട്ട് തന്നെ പോവുക. എത്ര യാത്രയും കഷ്ടപ്പാടും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അല്ലാഹു നമുക്കതൊക്കെ എത്രയോ ചുരുക്കി തന്നു. അപ്പോൾ ചുരുക്കി തന്നാൽ നമ്മൾ ചുരുക്കുന്നതിലിങ്ങനെ ചുരുങ്ങി ലാസ്റ്റ് ഒരു എഫേർട്ടും ഇല്ലാതെ വെറുതെ എന്തോ നമ്മൾ നേരത്തെ എടുക്കുന്നതിൻ്റെ 10-1 പോലെ എഫേർട്ട് എടുക്കാത്തൊരവസ്ഥ ഉണ്ടാവരുത്. കാരണം അത് നമുക്ക് ചുരുക്കി തന്ന അള്ളാഹിൻ്റെ ഫضലല്ലേ. അള്ളാഹിൻ്റെ ഫضലിനെ നമ്മൾ നന്ദി ചെയ്യണമല്ലോ. ശരിക്കും നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നത് നമ്മൾ ത്വരീഖത്തിനെ കുറിച്ച് വളരെ വ്യക്തമായൊരു പിക്ചർ നമുക്ക് കിട്ടും. ഇത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഷെയ്ഖാരാണ്, മുറബിയാരാണ്, മുഖദ്ദമാരാണെന്നൊക്കെ വ്യത്യാസം മനസ്സിലായി. ആ ഓരോ മുഖദ്ദമിൻ്റെയും പരിമിതികളും മനസ്സിലായി. ഈ രൂപത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പിന്നെ നമുക്ക് ഓരോരുത്തരുടെയും പരിപൂർണതയും ഓരോരുത്തരുടെയും നന്മയും വീഴ്ചകളും അതൊക്കെ എവിടെ വെക്കണം, ഏത് രൂപത്തിൽ അതിനെ നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ ഒരു ക്ലിയറായൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നമുക്ക് ഒരു അവ്യക്തതല്ലേ ത്വരീഖത്തിൽ. ഒരു മുരീദിനൊരു വീഴ്ച സംഭവിച്ചാൽ, ഒരു മുഖദ്ദമിന് വീഴ്ച സംഭവിച്ചാൽ, ഒരു
അദ്ദേഹം ഒരു കാര്യം, ഒരു വീക്ഷണം പറഞ്ഞാൽ ആ വീക്ഷണം നല്ലതല്ലെന്ന് തോന്നിയാൽ, കുറച്ചും കൂടി നല്ല ഇതാണെന്ന് മനസ്സിലായാൽ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എവിടെ വെക്കേണ്ടത് നമുക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല, അറിയൂല. നമുക്കിത് എല്ലാം ഒരുപോലെ ഉണ്ടാവും. നമുക്ക് തോന്നും ഇദ്ദേഹം തന്നെയാണ് ഖലീഫ, ഇദ്ദേഹം തന്നെയാണ് മുറബി, ഇദ്ദേഹം തന്നെയാണ് മുഖദ്ദം, ഇദ്ദേഹം തന്നെയാണ് മുത്തലക്കായ ഇജാസത്തുള്ള ആള്, എല്ലാം അദ്ദേഹം തന്നെയാണ് മനസ്സിലാക്കിയത്. ഭയങ്കര പ്രശ്നമാണ്. കാരണം അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ചിലത് നമ്മുടെ ത്വരീഖത്തിന്റെ അകാബിരികളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണെന്ന് മനസ്സിലായാൽ പിന്നെ മൂപ്പർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക എന്ന് ചിന്തിച്ച് നമ്മൾ ആകെ അങ്കലാപ്പിലായിപ്പോവും. അപ്പം അങ്ങനൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അത് മൂപ്പരുടെ വീക്ഷണം, അതിൽ ചെറിയൊരു പേവ് സംഭവിച്ചിട്ടുണ്ടോ, സാരില്ല, നമുക്ക് സംഭവിക്കാലോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതൊക്കെ നമ്മുടെ ത്വരീഖത്ത് അത്രയും വ്യവസ്ഥാപിതമാണെന്ന് പറയാം. നമുക്കതെന്തില്ല, അതിലൊരു ഘട്ടത്തിലും ഒരു സംശയം വരേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അതും അല്ലാഹു നമുക്ക് തന്ന വലിയ തൗഫീഖാണ്. അതുപോലെ തന്നെ ഇന്നഹു ലാ യുഖദ്ദമു ഗൈറുഹു, ഒരു മുറബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വേറൊരാളെ മുഖദ്ദമാക്കരുത്. ഇല്ലാ ആരിഫും ബി മദാരിജിൽ ഹഖായിഖി വസുലൂഖിൽ ജാമിഅ, ഹഖീഖത്തിന്റെ മർത്തബകളൊക്കെ മനസ്സിലാക്കിയ, സുലൂക്കിന്റെ പൊതുവിൽ സുലൂക്കിനെ കുറിച്ചൊക്കെ ഏകദേശമൊക്കെ അറിയുന്ന ഒരാളെ അല്ലാതെ ഒരു ഇജാസത്ത്, ഈ മുത്തലക്കായ ഇജാസത്തിന് ഒരു മുഖദ്ദമിന്റെ ഉന്നതമായ സ്ഥാനത്തിലേക്കൊന്നും ഒരാൾ ഒരു മുറബി തിരഞ്ഞെടുക്കരുത്. അതിനർത്ഥം ഇപ്പം നേരത്തെ പറഞ്ഞ നാട്ടിലേക്കുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾക്കുള്ള ഏതെങ്കിലും സാഹചര്യത്തിലുള്ള ഒരു ചെറിയ കൂട്ടായ്മക്കുള്ള അങ്ങനെയുള്ള മുഖദ്ദമിങ്ങളെ കുറിച്ചാവില്ല. പ്രധാനമായും അത് പൊതുവിലുള്ള ഒരു മുത്തലക്കായ ഇജാസത്ത് കൊടുക്കുന്ന ഒരാളെ കുറിച്ചൊക്കെ. കാരണം അതിനെപ്പറ്റിയാണല്ലോ ലാസ്റ്റ് പറഞ്ഞത്. ഫമൻ ഖദ്ദമ ഗൈറഹു മഹ ജഹ്ലിഹി ബിമഖാസിദി വൽ ഇശാറാത്തി വൽ ഇർഫാനിയ, ആരെങ്കിലും സ്വയം അള്ളാഹുവിൻ്റെ മഖ്സദ്, അള്ളാഹുവിൻ്റെ വഴിയിൽ നമ്മൾ കൊണ്ടുനടക്കേണ്ട ആത്മീയമായ ഉദ്ദേശങ്ങളെക്കുറിച്ചും അതുപോലെ മാരിഫത്തിൻ്റെ സൂചനകളെക്കുറിച്ചൊന്നും സ്വയവും അറിയില്ല. ഇനിയിപ്പോൾ അയാൾ എന്നിട്ട് വേറെ ആൾ മുഖദ്ദമാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾക്കും അതറിയില്ല. അങ്ങനെയുള്ള രൂപത്തിലാണെങ്കിൽ അങ്ങനെ മുഖദ്ദമാക്കുന്നത് ഫഖദ് അഖ്സറൽ മീസാൻ വ അഖ്സറ തിജാറത്തുഹു, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ്റെ തുലാസിനെ അതുകൊണ്ട് അവൻ തകർത്തിട്ടുണ്ട്. വാഹ്സർ തിജാറത്തുഹു, അവൻ്റെ കച്ചവടം അതുകൊണ്ട് അവൻ തകർത്തിട്ടുണ്ട്. അതായത് അവൻ ശരിക്ക് അവൻ്റെ തന്നെ ആത്മീയ യാത്രനെ തകർത്തിട്ടുണ്ട് ആ ഒരു പ്രവർത്തനത്തിലൂടെ. അർറല നഫ്സഹു, അവൻ സ്വന്തത്തെ വെളിവാക്കിയിട്ടുണ്ട്. തലഫി നാശത്തിലേക്ക് വേണ്ടിയിട്ട്. അസ്ലി, അതുകൊണ്ട് തന്നെ അവന് ഈ സ്ഥാനഭ്രഷ്ടാക്കപ്പെടും. ബിയദി ഗൈരിഹി ബി ഐറത്തി ഷെയ്ഖിഹി, ഷെയ്ഖിൻ്റെ ഐറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയമായ അസൂയ. ഇവനിങ്ങനെ ചെയ്തുകൊണ്ടുള്ള ആത്മീയമായ അസൂയ കൊണ്ട് അവൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ ഒഴിവാക്കപ്പെടും. ഇപ്പം ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പോൾ സാധ്യമാവുക എന്ന് പറഞ്ഞാൽ, ഓൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ഈ രേഖ ഉണ്ടാവും, പക്ഷെ ആ രേഖയിലുള്ളത് ഓന് ആവില്ല. കാരണം ആ രേഖയിലുള്ള മുഖദ്ദമ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കണ്ടീഷനൊക്കെ പാലിക്കുന്ന മുഖദ്ദമ. എന്നാൽ ഇദ്ദേഹം ഈ കണ്ടീഷൻ പാലിച്ചിട്ടില്ല, മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് പാലിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആത്മീയമായി ഷെയ്ഖ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവനെ ആ മക്കാമിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും. ഇപ്പം വിചാരിക്കും ഇപ്പോഴും ഓൻ ആ മക്കാമിലാണുള്ളതെന്ന്. അങ്ങനെ ഉണ്ടാവും. ലിഅന്നഹു മുദ്ഖിലുൻ ലഹു, അവൻ അതിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ടാവും. ഫി വർത്തത്തിൻ ലം യഅരിഫ് ലിഅന്നഹു മുദ്ഖിലുൻ ലഹു ഫി വർത്തത്തിൻ ലം യഅരിഫ് കൈഫിയത്തുൽ ഖലാസി ഫീഹാ വബിഹാ. കാരണം അദ്ദേഹം മറ്റൊരാളെ അങ്ങനെ മുഖദ്ദമാക്കുന്നതിലൂടെ അദ്ദേഹം എന്താ ചെയ്തത്, എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് അറിയാത്തൊരു മേഖലയിലേക്ക് വേറെ ആൾ ഉന്തി വിടുന്നത് പോലെയാണ്. ഫദ്ലൻ യഹ്ലുസു ഐറുഹു മിൻഹ, സ്വന്തം എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്ന് അറിയില്ല, ആ മേഖലയിലേക്ക് വേറെ ആളെയും കൂടി ഉന്തി വിട്ടാൽ എങ്ങനെ ഉണ്ടാവും. അതുപോലെ അപ്പോൾ സ്വയം ഈ ഉന്നതമായ അവസ്ഥകളൊന്നും എത്തിക്കാതെ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിവില്ലാതെ വേറൊരാളെ മുഖദ്ദമാക്കിയാൽ സ്വയം അറിയാത്ത, അതായത് ഈ മുത്തലക്കായ അർത്ഥത്തിലുള്ള ഇജാസത്താട്ടോ, സ്വയം എങ്ങനെ രക്ഷപ്പെടേണ്ടതെന്ന് അറിയാത്ത ഒരു സ്ഥലത്ത് പെട്ട ഒരാൾ വേറെ ആളെയും കൂടി അങ്ങോട്ട് ഉന്തി വിടുന്ന പോലെ ഉണ്ടാവും. അവൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഫയജിബു,
അതുകൊണ്ട് നിർബന്ധമാണ് ആ ദുഹൂരിൽ മുറബി ബിഷാറത്ത് റബ്ബാനിയ, അതായത് മുറബി വെളിവായാൽ ബിഷാറത്ത് റബ്ബാനിയ. മുറബി എങ്ങനെ വെളിവാവുക? മുറബി ഇപ്പം ഞാൻ മുറബിയാന്ന് പറഞ്ഞിട്ട് വരൂലല്ല, ഒരു മുറബിയാന്ന് പറയൂല. ഷെയ്ഖുല്ലൈത്തങ്ങൾ വരെ, ഷെയ്ഖുല്ലൈത്തങ്ങൾ എന്താ പറയല്? ഞാൻ ഇബ്രാഹിംയാസ്തങ്ങളെ മുരീദാണ്, ഞാൻ ഇബ്രാഹിംയാസ്തങ്ങളെ മക്കളെ മുരീദാണ്, അങ്ങനെ പറയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഷെയ്ഖിൻ്റെ കത്തിലൊക്കെ നമ്മൾ വായിച്ചില്ലേ, ഷെയ്ഖ് പറയുന്നത് ഞാൻ ഇബ്രാഹിംയാസ്തങ്ങളെ മുരീദാണ്, ഇബ്രാഹിംയാസ്തങ്ങളെ മക്കളെ മുരീദാണ്, ഒരു ചെറിയ താഴെയുള്ള ശിഷ്യനാണ്, അത്രേ പറയുള്ളൂ. ഒരു മുറബി ഒരിക്കലും പിന്നെ എങ്ങനെ ഞാൻ മുറബിയാണെന്ന് പറഞ്ഞു വരൂല, അങ്ങനെ സാധ്യമല്ല. അദ്ദേഹത്തെ അറിയാൻ എങ്ങനെയാണ്? ബിഷാറത്ത് റബ്ബാനിയ, റബ്ബാനിയായ ഇഷാറത്ത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. റബ്ബാനിയായ സൂചനകൾ, ആ സൂചനകൾ എന്താണെന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുറബിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ ഉള്ള. അതിൻ്റെ കൂടെ അതിൻ്റെ ഉദാഹരണം പറയാണ്. തവാത്തുഇൽ ഉലമാഇ അല സിദ്ഖി, അതായത് ഉലമാക്കൾ അദ്ദേഹത്തിൻ്റെ സിദ്ഖിൽ ഐക്യകണ്ഠേനമായി ഒന്നിച്ചവരാവണം. ഉലമാക്കൾ എന്നാണ് ലോകത്തുള്ള എല്ലാ ഉലമാക്കളും അദ്ദേഹത്തെ അംഗീകരിക്കണം, അങ്ങനെ എന്തായാലും സാധ്യമല്ല. ഇവിടെ ഉലമാക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആ മേഖലയിലുള്ള സിദ്ഖെത്തിച്ച എല്ലാവരും അംഗീകരിക്കുന്ന അറിവുള്ള ആളുകൾ, അവർ ഈ ആള് അങ്ങനത്തെ ഒരാളാണെന്ന് ഉറപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. ഇപ്പം നമ്മൾക്ക് അഭിവിശ്വാസങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഷെയ്ഖുല്ലൈത്തങ്ങളെ അടുത്തവരായ ഷെയ്ഖിനെ ഏറ്റവും അറിയുന്ന ആളുകളൊക്കെ അഭിവിശ്വാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ മൂപ്പര് വലിയ ആരിഫാണ്, ഒരു ഷെയ്ഖിൻ്റെ കൂടെ ഭയങ്കര ഉഷാറായി നടന്ന ആൾ, ഒരുപാട് ഖിദ്മത്ത് ചെയ്ത ആളാണ്, ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. അപ്പോൾ അതായത് അതിൽ ആ ഉലമാക്കൾക്ക് അവിടെ ഷെയ്ഖുമായി അടുപ്പുള്ള ആളുകൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ആൾ. ലുഹൂർ, അതേസമയം വേറൊരു മുഖദ്ദമ്, ഷെയ്ഖിൽ നിന്ന് ഒഴിവായി പോയ ഒരു മുഖദ്ദമിനെ കുറിച്ച് ഷെയ്ഖിൻ്റെ അടുത്ത ആൾക്കാരോട് നമ്മൾ ചോദിച്ചാൽ മൂപ്പർ വന്നപ്പോഴേ പ്രശ്നക്കാരനായിരുന്നു, അന്നേ മൂപ്പർ സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കുകയും ചെയ്യാം. എന്നാൽ ഇപ്പം നമ്മൾ അഭിവിശ്വാസങ്ങളെ പോലുള്ള ഒരാളെ കുറിച്ച് ചോദിച്ചാൽ മൂപ്പർക്ക് ഇജാസത്ത് കൊടുക്കപ്പെട്ടിട്ട് പോലും മൂപ്പർ അത് ഉപയോഗിച്ചിട്ടില്ല. എത്രയോ കാലം ഷെയ്ഖിൻ്റെ കൂടെ ഖിദ്മത്തിലായിട്ട് തന്നെ നടന്നത്, ഷെയ്ഖിന് വേണ്ടി സമയവും ആരോഗ്യം എല്ലാം ഒഴിവാക്കി കുടുംബത്തിനെ എല്ലാം വിട്ട് ഷെയ്ഖിൻ്റെ ഖിദ്മത്തിലായി കഴിഞ്ഞവരാണ് എന്ന ടെസ്റ്റ് മണി ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അത് ആ കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ ഒരു മുറബിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, എങ്ങനെ മനസ്സിലാക്കാം? കതവാത്തുൽ ഉലമാഇ അല സിദ്ഖി, അവരുടെ സിദ്ഖിനെ കുറിച്ച്, അവരുടെ ആത്മാർത്ഥതയും ഷെയ്ഖിലായിട്ടുള്ള സമർപ്പണത്തെയും ഒക്കെ അവർ ഷെയ്ഖുമായി ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്നൊക്കെ നമുക്ക് ഐക്യകണ്ഠേനെ കേൾക്കാം. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അവരിൽ നിന്ന് നമുക്ക് പിന്നെ അസുഖത്തിൻ്റെ, അതായത് ആത്മീയമായ അസുഖത്തിനുള്ള മരുന്ന് വെളിവാവുന്നത് കാണാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ അസുഖം മാറുന്നത് കാണാൻ പറ്റും. അലാമൻ റആഹു മുബാശറത്തൻ, ആ മുറബിനെ കണ്ടവർക്ക്, ഔ ഹാലത്തുഹു മുസാദഖത്തൻ വ മുആമലത്തൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സഹവാസത്തിലായിട്ടും അദ്ദേഹത്തിനോട് സംസാരത്തിലായിട്ടും ഇടപാക്കത്തിലായിട്ടും കഴിഞ്ഞ ആളുകളുണ്ടാവും. ആ ആളുകൾക്ക് ആത്മീയമായ രോഗങ്ങളൊക്കെ ഈ ആളോട് ബന്ധപ്പെട്ടിട്ട് മാറിയിട്ടുണ്ട്, അത് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതായത് രണ്ട് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തത്, ഷെയ്ഖുമായി അടുപ്പുള്ള ആളുകൾ ഐക്യകണ്ഠേനമായി അദ്ദേഹത്തെ അംഗീകരിക്കാം, അദ്ദേഹത്തിൻ്റെ സിദ്ഖിനെ അംഗീകരിക്കാം, സിദ്ഖാൻ ഷെയ്ഖിലേക്കുള്ള ആത്മാർത്ഥതനെ അംഗീകരിക്കാം. രണ്ടാമത്തത്, അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന, അദ്ദേഹത്തിനോട് എപ്പോഴും ഇടപഴകിക്കൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ നല്ല സൗഹൃദത്തിലായി കഴിയുന്ന ആളുകൾക്ക് ആത്മീയമായ അസുഖങ്ങൾ ഒഴിവായിട്ടുണ്ട് നമുക്ക് സാക്ഷ്യം വരിക, ഉറപ്പാവുക. അതായത് പണ്ട് അയാൾ ഭയങ്കര കിബറിനായി നടന്ന ആളായിരുന്നു, ഇപ്പോൾ കിബറൊക്കെ പോയിട്ടുണ്ട്. പണ്ട് അയാൾ എല്ലാത്തിനോട് തല്ലുപിടിച്ച് നടക്കുന്ന ആളായിരുന്നു, ഇപ്പോൾ തല്ലുപിടിക്കലൊക്കെ ഒഴിവായിട്ടുണ്ട്. ആള് എല്ലാവരോടും അസൂയ വെച്ചിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ അസൂയൊക്കെ ഒഴിവായി ശാന്തനായി എല്ലാം മസലഹത്തിലായിട്ടും എല്ലാത്തിനും ഒന്നിപ്പിക്കാനായിട്ടും നല്ല റാഹത്തിലായിട്ടും അങ്ങനെ പോകുന്ന ഒരാളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ആ അനുഭവപ്പെടുന്ന ആൾ വേറൊരാളുടെ കൂട്ടത്തിലായതുകൊണ്ടും വേറെ ആളോട് സംസാരിച്ചത് കൊണ്ടും വേറെ ആളുടെ സഹവാസത്തിലായതുകൊണ്ടുമാണ് അങ്ങനെ കിട്ടുന്നതെങ്കിൽ അത് ആ ആൾ മുറബിയാണെന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. നമ്മൾ അഭിവിശ്വാസങ്ങളോടൊക്കെ ഇടപഴകുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവങ്ങൾ നമുക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും.
ഇപ്പോൾ എൻ്റെ ഒക്കെ നേച്ചർ അനുസരിച്ച് ഞാൻ പണ്ട് ഭയങ്കര എടുത്തുചാട്ടക്കാരനും ദേഷ്യക്കാരനും എല്ലാത്തിനും അടിപിടി ഉണ്ടാക്കുന്ന ആളും തർക്കിക്കുന്ന സ്വഭാവമുള്ള ആളും ഒക്കെ ആയിരുന്നു. ഞാൻ ഇപ്പോൾ ഒക്കെ പൂർണ്ണമായി മാറി എന്ന് പറയല്ല, പക്ഷെ പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ അന്നും ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഓരോ സഹവാസത്തിലായതുകൊണ്ടാണ്. എന്നാൽ ഓല സഹവാസത്തിലല്ലാത്ത കയ്യിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ശകുലൈത്തങ്ങളും മുരീതന്മാരായിട്ട് തന്നെ ഉണ്ട്. പേരിന് മുരീത എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. അപ്പം നമുക്ക് മനസ്സിലാവാം ആ വിശാലത്തങ്ങളെ പോലുള്ള ഒരാളെ കൂടെ സഹവസിച്ചത് കൊണ്ട് ആ അസുഖങ്ങളൊക്കെ ആളുകൾക്ക് മാറുന്നുണ്ട്. അതായത് അവരോട് ഈ രൂപത്തിൽ സഹവസിക്കണം കേട്ടോ, വെറുതെ ഇങ്ങനെ കൂടെ നടന്നുകൊണ്ട് മാത്രം കാര്യമില്ല. അസുഖങ്ങളൊക്കെ മാറുന്നുണ്ട്. അത് അവരും ആ ഒരു വയ്യിൽ മുറബിയാണ് എന്നതിൻ്റെ തെളിവാണ്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഒരാൾ മുറബിയാണെന്ന് തെളിഞ്ഞാൽ, നിങ്ങൾ മുമ്പിൽ വെളിവായാൽ, അല്ലായോ കദ്യമോ ആമ്മിയോ ആയിറോ, എന്നാൽ പിന്നെന്ത് ചെയ്യരുത്? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വേറൊരു ആമ്മിയായ പൊതുവായി കണ്ടല്ലോ. ആമ്മിയായ ആളെന്ന് ഉദ്ദേശിക്കുന്നത് ഒരാളടുത്ത് ഇജാസത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഏതോ ഒരു മുഖദ്ദമ് അദ്ദേഹത്തിന് ഇജാസത്ത് കൊടുത്തിരുന്നു, മുത്തലക്കായ ഇജാസത്ത്. സംഭവം ആ ഇജാസത്തിന് വാലിഡിറ്റി ഉണ്ടാവണമെങ്കിൽ ഈ കണ്ടീഷനൊക്കെ ഉണ്ടാവണം. ഓക്കെ, ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഞാൻ മുഖദ്ദമാണെന്നുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ മുഖദ്ദമാണെന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയ ഞാൻ ഉദാഹരണം പറയാം, എൻ്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് മുഖദ്ദമാണെന്നുള്ള എൻ്റെ ഇജാസത്തുള്ള സർട്ടിഫിക്കറ്റ്. എൻ്റെ മുമ്പിൽ ഒരു മുറബിയാണെന്ന് ഈ ത്വരീഖത്തിലെ മുറബിയാണെന്ന് അനുഭവപ്പെടുന്ന ഒരാൾ വെളിവായാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യരുത്? ഈ മുഖദ്ദമാനുസരിച്ച് വേറെ ആളെ മുഖദ്ദമാക്കാൻ നിൽക്കരുത്. അദ്ദേഹം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ മുഖദ്ദമാക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കൽപ്പന ലഭിക്കണം, നിങ്ങളാക്കിയാൽ മതി മുഖദ്ദമ, വേറെ ആരെയും ആക്കണ്ട. അങ്ങനെ കൽപ്പന ലഭിച്ചാൽ നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഷെയ്ഖ് സമ്മതേ തന്നിട്ടുള്ളൂ എന്ന് കരുതുക. ഉദാഹരണം പറയാം, നിങ്ങളിനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ആളൊക്കെ കൊടുക്കുക, ഒരാൾക്കൊക്കെ ഇജാസത്ത് കൊടുക്കുക എന്ന് തോന്നുകയാണ്. അങ്ങനെ ഒരു സമ്മതം വന്നു. അങ്ങനെയാണെങ്കിൽ ഈ മുഖദ്ദമന് അറിയാം അദ്ദേഹം ഒരു മുറബിൻ്റെ ഒരു മക്കാമിലേക്കൊന്നും എത്തിയിട്ടില്ല എന്ന് ആ മുഖദ്ദമന് ബോധ്യമുണ്ട്. എങ്കിൽ പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ മുറബി നിലനിൽക്കുമ്പോൾ പിന്നെ അദ്ദേഹം അത് കൊടുക്കാതിരിക്കലാണ് നല്ലത്. ആ മുറബിനെ തന്നെ ഏൽപ്പിക്കലാണ് അതിൻ്റെ ഉത്തമമായ രൂപം. വൈൻകാനലഹു ഇതിനും ഇമ്മൻ കദ്ദമഹു, അദ്ദേഹത്തിന് അതായത് ഈ മനുഷ്യന് ഇജാസത്ത് കൊടുക്കാനുള്ള ഇജാസത്ത് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം വേറെ ഒരാളെ മുഖദ്ദമാക്കാതിരിക്കലാണ് നല്ലത്. ലിഅന്നമൻ കദ്ദമഹു ഇന്നമാ കദ്ദമഹു വഅജാസലഹു ബിശുറൂതിഹി, കാരണം ഒരാൾക്ക് വേറൊരാളെ മുഖദ്ദമാക്കാനുള്ള ഒരു ഇജാസത്ത് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തത് ചില ഷർത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ത്വരീഖത്തിൻ്റെ ഷർത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഷർത്ത് അവിടെ അല്ലെങ്കിൽ അത് വാലിഡ് അല്ല. ചില ആൾക്കാരൊക്കെ പറയും, എനിക്ക് ഇന്ന ആളെടുത്തുനിന്ന് ഞാൻ ത്വരീഖത്ത് സ്വീകരിച്ചിട്ടുണ്ട്, എനിക്ക് കൊടുക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് മൂപ്പര് ത്വരീഖത്തിൻ്റെ ഷർത്തൊന്നും പാലിക്കാതെ ബാക്കിയുള്ളവർക്ക് ബയ്യത്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട്. തിജാനിയാന്നൊക്കെ നമ്മൾ ഷെയ്ഖിനുണ്ട് തിജാനിയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം ഓരോ ഷെയ്ഖ് ചിലപ്പം ഓർക്ക് ഏതോ ഒരു മുഖദ്ദമ ഇജാസത്ത് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ നിബന്ധനകൾ പാലിക്കുമെന്ന അടിസ്ഥാനത്തിൽ. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഒരു ഖാദിരിയത്തിൻ്റെ ഒരാൾ ദുബായിലുള്ള ഒരു തിജാനി മുഖദ്ദമിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ആ മുഖദ്ദമിനോട് ഈ വരുന്ന ആളെപ്പറ്റി പറഞ്ഞു കൊടുത്ത മൂപ്പര് ത്വരീഖത്തിൻ്റെ ഷർത്തൊക്കെ പാലിച്ച ആളാണെന്ന്. അപ്പോൾ ആ വരുന്ന ആൾ പ്രശസ്തനായ ആളുമാണ്, പിന്നെ നല്ല ആളുമാണ്. അപ്പോൾ തിജാനത്തിൻ്റെ ഷർത്തൊക്കെ പാലിച്ച ആളാണെന്ന് പറയപ്പെട്ടതുകൊണ്ട് അദ്ദേഹം വന്നപ്പോൾ ബയ്യത്ത് ഈ മുഖദ്ദമ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിനി വേറെ ആൾക്ക് അടുത്ത ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഓർക്കും കൊടുത്തോളി എന്ന് പറഞ്ഞു. അങ്ങനൊരു അദ്ദേഹത്തിനൊരു മുത്തലക്കല്ലാത്തൊരു ഇജാസത്ത് തഖ്ദീമിൻ്റെ ഇജാസത്തും കൊടുത്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, കണ്ടില്ലേ എനിക്ക് ഷർത്തൊന്നും തന്നിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിലെ കഥ പറയണം കേട്ടോ, എനിക്ക് ഷർത്തൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ത്വരീഖത്ത് തിജാനത്ത് സ്വീകരിച്ചിട്ടുണ്ട്, എനിക്ക് മറ്റുള്ളവർക്ക് ഇജാസത്ത് കൊടുക്കാനൊക്കെ മൂപ്പര് അധികാരം തന്നിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. സംഭവം ഇതിൻ്റെ അടിസ്ഥാനം എന്താ? ആ മുഖദ്ദമിനോട് പറയപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം ത്വരീഖത്തിൻ്റെ ഷർത്തൊക്കെ പാലിച്ചിട്ടുണ്ടെന്ന്. ആ പാലിച്ചിട്ടുണ്ടെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇവർ കൊടുക്കുന്നത്. മറ്റേ ഈ വാങ്ങിയ ആൾ വിചാരിക്കുന്നത് ഒന്നും എനിക്ക് ഷർത്തൊന്നും ഇല്ലാതെ കിട്ടിയതാണെന്നാണ്. അപ്പോൾ സൂക്ഷ്മതക്ക് പക്ഷേ ഇവർ രണ്ടുപേരുടെ ഭാഷ വ്യത്യസ്തമായതുകൊണ്ട് ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കാരെ പറയുന്നത് വിശ്വസിച്ച് അവർ കൊടുത്തതാണ്. അപ്പോൾ അവർക്ക് തെറ്റൊന്നുമില്ല.
ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുഖദ്ദമിൻ്റെ ഇജാസത്ത് കൊടുക്കുമ്പോഴും മറ്റുള്ളവർക്ക് അത് ഇജാസത്ത് കൊടുക്കാൻ അധികാരം കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ത്വരീഖത്തിൻ്റെ അടിസ്ഥാനമായ ഷർത്തുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അത് ആ ഷർത്ത് അവർ പാലിക്കുന്നില്ലെങ്കിൽ, അതിലെന്തെങ്കിലും വീഴ്ചകൾ വരുത്തിയാൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് അവർ മുക്കദ്ദമായി, അവർ വേറെ ആളെ മുക്കദ്ദമാക്കി, അവർ 1000 ആൾക്കാരെ വേറെ ആളെ മുക്കദ്ദമാക്കി, അത് ഒരു വാലിഡിറ്റി അവനില്ല. കാരണം ആൾക്കൊക്കെ ബുദ്ധിയില്ലേ, ഈ ബുദ്ധി വെച്ച് ഇത് പരിശോധിക്കണമല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, മറ്റു മതങ്ങളൊന്നും ഒഴിവാക്കൂല, എന്നിട്ട് അയാൾ വേറെ ആൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള വഴി കാണിച്ചു കൊടുത്തു, അയാളും മതങ്ങളൊന്നും ഒഴിവാക്കണില്ല, ആ മതങ്ങളിൽ എല്ലാ മതങ്ങളും ഇങ്ങനെ ആയിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ ആകുമ്പോൾ ഇസ്ലാമിന് എന്തോ പ്രശ്നമുണ്ടോ? ഇസ്ലാമിനൊരു പ്രശ്നം വരാനില്ല. പ്രശ്നം അയാൾക്ക് മാത്രമാണ്. കാരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാനം പരിശുദ്ധമായ ഖുർആനും സുന്നത്തുമാണ്. ഖുർആനും സുന്നത്തും വ്യക്തമായി നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അത് പഠിക്കാതിരുന്നില്ലേ? അതുപോലെ തന്നെ തിജാനി ത്വരീഖത്തിനെ കുറിച്ച് അതിൻ്റെ അടിസ്ഥാനങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായി വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് മശായിഖന്മാരൊക്കെ. അതുകൊണ്ടാണ് അവർ കിതാബുകളൊക്കെ എഴുതിയത്. അപ്പോൾ ബുദ്ധി ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അവന് എനിക്ക് ഇജാസത്ത് ചെയ്തോ ഒരു മുഖദ്ദമ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകാനും പറ്റൂല. വശർതു മാ യൽജുമു മിൻ അദമിൽ അദം വലാ യൽജുമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമുൻ ലിദാത്തിഹി. അപ്പോൾ ഈ ഷർത്ത് എന്താ? ഈ പറയപ്പെടുന്ന നിബന്ധനകൾ പാലിച്ചാൽ അവന് മുഖദ്ദമ ഇജാസത്ത് കൊടുക്കാം, തഖദീമിന് ഇജാസത്ത് കൊടുക്കാം. ഇനി ഈ ഷർത്തുകളൊന്നും പാലിച്ചിട്ടില്ലെങ്കിൽ ഇജാസത്ത് കൊടുക്കാനും പറ്റൂല. ഈ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് നിർബന്ധമായി കൊടുക്കണമെന്ന് വരുമോ? അതും വരില്ല. ഷർത്തുകൾ പാലിച്ചാൽ അവന് കൊടുക്കാം, ഷർത്ത് പാലിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കൊടുക്കാൻ പറ്റൂല. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഒരു സാധാരണ മുഖദ്ദം എന്താ ചെയ്യേണ്ടത്? അവൻ്റെ നാട്ടിൽ അവന് ഒരു മുറബിയാണെന്ന് ഒരാൾ വെളിവായി കഴിഞ്ഞാൽ പിന്നെ അവന് ഞാൻ മുഖദ്ദമാണെന്ന് പറഞ്ഞ് നടക്കരുത്. അവൻ എന്ത് ചെയ്യണം? മുറബിൻ്റെ കീഴിലാവണം. അവൻ എന്ത് ഇജാസത്ത് നൽകപ്പെട്ടാലും. സാധാരണ ഇപ്പോൾ ചിലപ്പോൾ ചില പണ്ഡിതന്മാർ, ചില തങ്ങന്മാർ, അവർക്കൊക്കെ അവർ ബഹുമാനിച്ചുകൊണ്ടൊക്കെ ചിലപ്പോൾ ഇജാസത്ത് കൊടുത്തെന്ന് വരാം. അവർ ഞാനും മുഖദ്ദമാണ് എന്നൊക്കെ വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ നടക്കാൻ പറ്റൂല. അവരുടെ മുമ്പിൽ പിന്നെ ഒരു മുറബി വെളിവായി കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം ഞാൻ മുഖദ്ദമാണെന്ന് പറഞ്ഞിട്ട് ഇജാസത്തും കൊടുത്ത് നടക്കരുത്. ആ മുറബിൻ്റെ കീഴിലായിട്ട് നിൽക്കണം, അല്ല മുറബി പറഞ്ഞ അനുസരിച്ച് ചെയ്യണം. മിസാലുമാക്കുന്ന ഇത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദാഹരണം, ഇത് പിന്നെ ഒരു പടയാളിനെ, അതായത് ഒരു രാജാവിൻ്റെ സൈന്യാധിപനെ കുറിച്ച് ഉദാഹരണം പറയുന്നതാണ്. നാം ഈ പറഞ്ഞതിൻ്റെ ഭൗതികമായ ഒരു ഉദാഹരണം ഇതാണ്. സുൽത്താനിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ ഖലീഫയിൽ നിന്നോ അല്ലെങ്കിൽ സൈന്യാധിപനിൽ നിന്നോ നിയമിക്കപ്പെട്ട ഒരു പാഷ, ഒരു ഗവർണർ, അദ്ദേഹത്തിന് പൂർണ്ണ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹത്തിനെ നിയമിച്ച ഭരണാധികാരിയുടെ ലക്ഷ്യം ആ നാട്ടിലെ ജനങ്ങളുടെ നന്മയും പരിഷ്കരണവുമാണ്. ഇപ്പോൾ ഒരാൾ പിന്നെ ഒരു മുഖദ്ദമിനെ ഇത് മുഖദ്ദമിലൂടെ വായിക്കണം കേട്ടോ ഈ ഉദാഹരണം, അപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു ഷെയ്ഖ് അല്ലെങ്കിൽ ഒരു മുറബി അദ്ദേഹം ഒരു മുഖദ്ദമിനെ നിശ്ചയിച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ മുഖദ്ദമിനെ നിന്ന് സ്വീകരിക്കുന്ന ആൾക്കാരുടെ നന്മയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ സ്വീകരിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിൽ നിന്ന് നന്മയില്ലെങ്കിൽ ആ ഇജാസത്തിനും നന്മയില്ല. ഇപ്പോൾ ദൂരെയുള്ള ഒരു രാജ്യത്ത് ഒരാളെ ഒരു ഷെയ്ഖ് ഒരു മുഖദ്ദമാക്കി, എന്തിനാ ദൂരെ പരിഗണിച്ചുകൊണ്ടാണ്. അവിടെയുള്ള മുരീദന്മാർക്ക് ഇവിടം വരെ വരാൻ പറ്റൂലല്ലോ, മുപ്പർ ബയ്യത്ത് കൊടുക്കല്ലേ. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നു? ഞാൻ മുഖദ്ദമാണ്, ഷെയ്ഖാണ്, പിന്നെ നിങ്ങൾ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പോകരുത്, എൻ്റെ അടുത്തേക്കാണ് വരേണ്ടതെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ മുഴുവൻ അവിടെ ഇങ്ങനെ കെട്ടിക്കൂട്ടിയിട്ട് ആകെ ബുദ്ധിമുട്ടാക്കാന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഇജാസത്തിനൊരു വിലയില്ല. കാരണം ഷെയ്ഖ ഇജാസത്ത് കൊടുത്ത എന്തിനാ? ആൾക്കാരെ നന്മക്ക് വേണ്ടിയാണ്. അങ്ങനെ നിയമിച്ച ഭരണാധികാരിയുടെ ലക്ഷ്യം ആ നാട്ടിലെ ജനങ്ങളുടെ നന്മയും പരിഷ്കരണവുമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ യോഗ്യത തെളിയുകയും അദ്ദേഹത്തിൻ്റെ പദവി അദ്ദേഹത്തിന് സഹായമാവുകയും ചെയ്താൽ ആ ഗവർണറുടെ ഉത്തരവാദിത്തം അദ്ദേഹം സ്വന്തം താല്പര്യങ്ങൾക്കൊപ്പമല്ലാതെ രാജാവിൻ്റെ നിയമങ്ങൾക്കനുസൃതമായി നാട് ഭരിക്കുക എന്നതാണ്. അപ്പോൾ ആ മുഖദ്ദം എന്താ ചെയ്യേണ്ടത്? സ്വന്തം താല്പര്യങ്ങളെ വിട്ടരുത്, അതിന് പകരം ഷെയ്ഖിൻ്റെ താല്പര്യങ്ങളാണ് അവിടെ നടപ്പിലാക്കേണ്ടത്. കാരണം ബർക്കത്ത് സുൽത്താൻ്റെ നിയമവ്യവസ്ഥയിലാണ്, സ്വന്തം നിയമങ്ങളിലല്ല. ഒരു മുഖദ്ദമിന് ആ ബർക്കത്ത് കിട്ടാൻ, അവൻ്റെ ദൈവത്തിന് ബർക്കത്ത് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? അവൻ സ്വയം ഭരിക്കുന്നത് ഒഴിവാക്കണം. ഷെയ്ഖ് എന്താണ് അതിൽ താല്പര്യപ്പെടുന്നത് അത് മനസ്സിലാക്കി ചെയ്യണം.
സതുപദേശങ്ങൾ കൊണ്ടും വിനയം കൊണ്ടും ആയവരോട് കൂടിയാലോചന നടത്തുകയും പരുഷതയും കഠിന ഹൃദയവും ഒഴിവാക്കിയും അദ്ദേഹം സ്വയം സഹായിക്കുക. അതായത് അവിടെ മുരീദന്മാർ അദ്ദേഹം ഇങ്ങനെ നോക്കേണ്ടത് നല്ല ഉപദേശങ്ങൾ നൽകണം, അവരെ മുമ്പിൽ വിനയം കൈക്കൊള്ളണം. പിന്നെ ആ കൂട്ടത്തിൽ തന്നെയുള്ള നല്ല ആൾക്കാരുണ്ടാവും, കുറച്ചും കൂടി ബുദ്ധിയുള്ള ആളുകൾ, വിവേകമുള്ള ആളുകൾ, അവരോട് കൂടിയാലോചന നടത്തും. സ്വന്തം തീരുമാനങ്ങളായിട്ട് ഇങ്ങനെ ഒരു വൺ മാൻ ഷോ ആവരുത്. എല്ലാവരോടും കാര്യങ്ങൾ ചോദിച്ചിട്ട് അവരുടെ അവരുടെ നിർദ്ദേശങ്ങളും എടുക്കണം, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യണം. പിന്നെ പരിശുദ്ധയും കഠിനത്വവും ഒഴിവാക്കണം. അതായത് ഏത് വിഷയത്തിലും അങ്ങനെ വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രൂപത്തിൽ എല്ലാത്തിനെയും കട്ട് ചെയ്ത് ഒഴിവാക്കുക, എല്ലാവരോടും ദേഷ്യം പിടിച്ച് മാറ്റി വെക്കുക, അങ്ങനൊരു രീതി ആവരുത്. സൗമ്യത കാണിക്കണം, പരിശുദ്ധ ഒഴിവാക്കണം. കൂടാതെ ജനങ്ങളുടെ ഭൗതികവും പാരിത്രികവുമായ കാര്യങ്ങളിലും അവരുടെ അവസ്ഥകളിലും രാജാവ് ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് ആയത്തിൽ ചിന്തിക്കുകയും മാനസികവും ഭൗതികവും മതപരവുമായ ഉത്തരവാദിത്തങ്ങളുടെ ഭാരങ്ങൾ ചുമക്കാൻ തൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ജനങ്ങളെ സഹായിക്കുകയും തൻ്റെ യജമാനൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവരെ വളർത്തിയെടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ മുഖദ്ദമിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കി നോക്കൂ. ഇതൊരു രാജാവ് ഒരു സൈന്യാധിപന് കൊടുക്കുന്ന ഉത്തരവാദിത്തമാണ്, സൈന്യാധിപനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ഇതന്നെല്ലാം മുഖദ്ദം നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? ജനങ്ങളുടെ ഭൗതികവും പാരിത്രികവുമായ കാര്യങ്ങളും അവരുടെ അവസ്ഥകളും രാജാവ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ആക്കാൻ ചിന്തിക്കണം, ആയത്ത് ചിന്തിക്കണം. അപ്പോൾ മുരീദന്മാരുടെ ഭൗതികവും ആഖിറത്തിൻ്റെ വിഷയത്തിലൊക്കെ ഷെയ്ഖ് എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ആയത്ത് ചിന്തിക്കണം. അവരുടെ മാനസികവും ഭൗതികവും ദീനീപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ ചുമക്കാൻ ജനങ്ങളെ സഹായിക്കണം. അവർക്ക് ഓരോരുത്തർക്കും ഇത് കൊണ്ടുനടക്കാൻ, ഭൗതികമായും മതപരമായ ഉത്തരവാദിത്തങ്ങൾ കൊണ്ടുനടക്കാൻ പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ട സഹായങ്ങൾ നൽകണം. പിന്നെ അവർക്ക് ഷെയ്ഖിൻ്റെ കൽപ്പനക്കനുസരിച്ച് അവരെ തർബിയത്ത് ചെയ്യണം. പിന്നെ സ്വന്തം ശരീരവും സമ്പത്തും അവർക്ക് വേണ്ടി ഉദാരമായി ചെലവഴിക്കുക. സ്വന്തം സമയം, ആരോഗ്യം, സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി, ഷെയ്ഖിന് വേണ്ടി ചെലവഴിക്കുക. ജനങ്ങളുടെ കൈകളിലുള്ളവരോട് ആർത്തി കാണിക്കാതെ തൻ്റെ രാജസന്നിധിയിൽ നിന്നുള്ള ഉപജീവനമല്ലാത്ത മറ്റൊന്നിലേക്ക് കണ്ണുവെക്കാതെ രാജാവ് തനിക്ക് നിശ്ചയിച്ചു നൽകിയതിൽ മാത്രം ആശ്രയിക്കുക. അതായത് ഷെയ്ഖ് ഇതൊരു ഉത്തരവാദിത്തമായി ഏൽപ്പിച്ചതാണ്. അപ്പോൾ ആ ഒരു മുഖദ്ദം ആ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ കൂലി തരണം, ശമ്പളം തരണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത്. ആൾക്കാരെ കീശയിലുള്ള പൈസ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ഈ പരിപാടി ചെയ്യരുത്. അവർ തരട്ടെ, തരാതിരിക്കട്ടെ. അള്ളാഹിൻ്റെ ഖലീഫൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള ഒരു സഹായം അല്ലാതെ ഒന്നും ആ മുഖദ്ദം പ്രതീക്ഷിക്കരുത്. ഒരു രാജാവിൻ്റെ സൈന്യാധിപൻ പ്രതീക്ഷിക്കാത്തതുപോലെ രാജാവിനും നാടിനും സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുക. പ്രജകളുടെ തകർന്ന കാര്യങ്ങളും അവരുടെ മതപരവും ഭൗതികവുമായ തകർച്ചകളും പുനർനിർമ്മിക്കുക. അപ്പം അവരുടെ ഭൗതികമായ തകർച്ചയിൽ പെട്ടവരുണ്ടാവും, മതപരമായി വീക്കായവരുണ്ടാവും. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുക ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അവരുടെയും രാജാവിൻ്റെയും സംരക്ഷണ കേന്ദ്രങ്ങളെ നവീകരിക്കുകയും ചെയ്യുക. തൻ്റെ കൈവശമുള്ള സുൽത്താൻ്റെ ഖജനാവുകളിലെ സമ്പത്ത് നാടിൻ്റെയും രാജാവിൻ്റെയും സന്തോഷത്തിന് വേണ്ടി ചെലവഴിക്കുക. ഇപ്പോൾ ഒരു മുഖദ്ദമാണെങ്കിൽ മുഖദ്ദമിന് ഷെയ്ഖ് ഏൽപ്പിച്ചത് എന്തൊക്കെ ആയിരിക്കും? ഷെയ്ഖിൻ്റെ ഇജാസത്തുകളുണ്ടാവും, ഷെയ്ഖിൻ്റെ അസ്റാറുകളുണ്ടാവും, ഷെയ്ഖ് അദ്ദേഹത്തിന് ഏൽപ്പിച്ച പല അങ്ങനത്തെ ആത്മീയമായ കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇതൊക്കെ ഷെയ്ഖ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചതല്ലേ. അതൊക്കെ രാജാവിൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെലവഴിക്കുക, അല്ലാതെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഒന്നും ഉപയോഗിക്കേണ്ടത്. പ്രജകളുടെ അനുഗ്രഹത്തോടൊപ്പം രാജാവിനോട് അഭിമാനം കൊള്ളുക. സുൽത്താൻ്റെ സന്നിധിക്കും നാടിനും സേവനം ചെയ്യുന്ന ഒരു സേവകനായി മാത്രം സ്വയം കാണുക. അദ്ദേഹം വലിയ ഷെയ്ഖായിട്ട് സ്വന്തത്തെ കാണരുത്. ഷെയ്ഖിനും മുരീദന്മാർക്കൊക്കെ ഹിദ്മത്ത് ചെയ്യുന്ന ഒരാളായിട്ട് കാണാവും. ഇപ്പോഴും ഹാദ്യമായിട്ട് അവരെ പ്രതിഷ്ഠിക്കാവും. ഉന്നതർക്കും മറ്റുള്ളവർക്കും നിർബന്ധമാക്കിക്കൊണ്ട് രാജാവ് സ്വന്തം കൈപ്പടിയിൽ എഴുതിയുണ്ടാക്കിയ നിയമവ്യവസ്ഥകൾക്കും രേഖകൾക്കും അനുസൃതമായി നാട് നിയന്ത്രിക്കുക എന്നല്ലാതെ മറ്റൊരു ചിന്തയും അദ്ദേഹത്തിനുണ്ടാകരുത്. അതായത് അത് നമ്മൾ ഷെയ്ഖ് മുഖദ്ദമിലേക്ക് ചേർത്തി പറഞ്ഞാൽ ഷെയ്ഖ് ഈ പ്രജകളെ, അതായത് മുരീദന്മാരെ ആത്മീയമായി കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ കുറേ നിയമങ്ങളുണ്ടാവും. ആ നിയമങ്ങൾ
പഠിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക, അതനുസരിച്ച് എങ്ങനെ ആ നാടിനെയും ആ മുരീദന്മാരെയും ജമാഅത്തിനെയും കൊണ്ടുപോവുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമേ അദ്ദേഹം ചെയ്യാവൂ. രാജാവിൻ്റെ കൽപ്പനകളുടെ വെളിച്ചം പ്രകാശിക്കുമ്പോൾ രാജാവിൻ്റെ കാര്യത്തിൽ ഒരു വിമർശകൻ്റെയും ആക്ഷേപം അദ്ദേഹത്തെ ബാധിക്കാത്ത വിധം രാജാവിൻ്റെ മുന്നിൽ അദ്ദേഹം വിനയപൂർവ്വം കീഴടങ്ങണം. അതായത് ഇപ്പോൾ ഷെയ്ഖിൻ്റെ മുമ്പിലും കദ്ദമും നിലകൊള്ളുമ്പോൾ ചിലപ്പോൾ ആളുകൾ അവനെ വിമർശിച്ചെന്ന് വരാം, അവനെ കൊച്ചാക്കിയെന്ന് വരാം, അവനെപ്പറ്റി മോശം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് വരാം. അതൊന്നും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ബാധിക്കാൻ പാടില്ല. കാരണം ആളുകൾ പറയുന്നതിനല്ലല്ലോ അദ്ദേഹം നിൽക്കുന്നത്. ഇപ്പോൾ രാജാവിൻ്റെ സൈന്യാധിപന് അവിടെയുള്ള ആൾക്കാരെന്ത് പറയുന്നു എന്നുള്ള വിഷയമല്ലല്ലോ. ആ രാജാവ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അദ്ദേഹം ചെയ്യുന്നു. ആ വിനയപൂർവ്വം രാജാവിന് മുമ്പിൽ മാത്രമേ അദ്ദേഹം കീഴടങ്ങുന്നുള്ളൂ. അതുപോലെ ഒരു മുഖദ്ദമും ഷെയ്ഖിൻ്റെ ഇഷ്ടത്തിന് മാത്രം വിനയപൂർവ്വം കീഴടങ്ങി കൊടുക്കുക. ആളുകൾ എന്ത് പറയുന്നു എന്നുള്ള മൈൻഡ് ചെയ്യണ്ട. രാജാവിൻ്റെ ദാസന്മാരിൽ ഒരാളായി സ്വന്തം കാണുകയും സ്വന്തം കാര്യത്തിൽ യാതൊരു അധികാരവും ഇല്ലാത്തവനായി വർത്തിക്കുകയും ചെയ്യണം. അവൻ രാജാവിൻ്റെ ഒരു അടിമയാണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ ഷെയ്ഖിലേക്ക് ചേർത്തി പറഞ്ഞ ഷെയ്ഖിൻ്റെ ഒരു അടിമയാണ്, ഷെയ്ഖിൻ്റെ ഒരു എളിയൊരു ഹാദിമ് മാത്രമായിട്ട് കാണണം. അല്ലാതെ സ്വന്തം ഞാനൊരു വലിയൊരു ഷെയ്ഖായിട്ടുണ്ട്, മുറബിയായിട്ടുണ്ട്, എന്നെല്ലാവരും ബഹുമാനിക്കുക, ആദരിക്കണം, എനിക്ക് കുറേ അവകാശങ്ങളുണ്ട്, ഒക്കെ നിങ്ങൾ വീട്ടിൽ തരണം എന്ന് പറയുന്ന രൂപത്തിലാവരുത്. തൻ്റെ അധികാര പദവിയെ സ്വന്തം പദവിയായി അദ്ദേഹം കരുതരുത്. കാരണം രാജാവിൻ്റെ ഉത്തരവനുസരിച്ചാണ് അദ്ദേഹം അവിടെ കഴിയുന്നത്. അതിനാൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ രാജാവ് വിളിച്ചാൽ അദ്ദേഹം അവരുടെ വിട്ടുപോകാൻ സന്നദ്ധനാവണം. അതായത് സ്വന്തം പദവിനെ കാണരുത്, രാജാവ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. രാജാവ് ഇജാസത്തൊക്കെ എടുത്ത് ഒഴിവാക്കി, നമ്മൾ പറയുക ഷെയ്ഖ് ഒരു മുഖദ്ദമിൻ്റെ ഇജാസത്തൊക്കെ എടുത്ത് ഒഴിവാക്കിയാൽ പിന്നെ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാകരുത്. കാരണം എന്താ? ശരീരവും സമ്പത്തും ഇതിൽ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ശരീരം, സമ്പത്ത്, ഭാര്യ, ബന്ധുക്കൾ, ഗ്രാമം തുടങ്ങി ഒന്നിനോടും അദ്ദേഹം അമിതമായ ഹൃദയബന്ധമോ അലിവോ വെച്ച് പുലർത്തരുത്. ഇതിനോടൊന്നും അദ്ദേഹത്തിന് ബന്ധമല്ല. ഒരു മുഖദ്ദമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഷെയ്ഖുമായിട്ട് മാത്രമേ ബന്ധം ഉണ്ടാവൂ. ഇതൊക്കെ പോയാലും ഈ ഇജാസത്തുകളൊക്കെ എടുത്തു കളഞ്ഞാലും സ്ഥാനഭ്രഷ്ടാക്കിയാലും ഒന്നും അവന് കുഴപ്പമുണ്ടാവരുത്. ഷെയ്ഖ് ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു, ഷെയ്ഖ് ഏൽപ്പിച്ചില്ല വേണ്ട, ആ രൂപത്തിലാവണം. ഇനി രാജാവ് അദ്ദേഹത്തെ സർവ്വ അധികാരങ്ങളിൽ നിന്ന് മാറ്റിയാൽ പോലും യാതൊരു അനിഷ്ടവുമില്ലാതെ രാജാവിൻ്റെ തീരുമാനങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹം അത് സ്വീകരിക്കണം. രാജാവ് അധികാരം നൽകിയാലും ഒഴിവാക്കിയാലും, ശാസിച്ചാലും ഉപദേശിച്ചാലും, താക്കീത് നൽകിയാലും അടുപ്പിച്ചാലും അകറ്റിയാലും, ഒന്നുമില്ലാതാക്കിയാലും, സമ്പന്നനാക്കിയാലും ഉയർത്തിയാലും താഴ്ത്തിയാലും, സ്വതന്ത്രനാക്കിയാലും തടവിലാക്കിയാലും, പരിമിതപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും സന്തോഷിപ്പിച്ചാലും, അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ ശിക്ഷ നൽകിയാലും ഇവയെല്ലാം രാജാവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ളതായതിനാൽ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ അവയെല്ലാം ഉത്തമമായിരിക്കും. രാജാവ് എന്താണോ ചെയ്യുന്നത്, ഏത് വിഷയത്തിൽ ഏത് പ്രവൃത്തി ചെയ്താലും രാജാവിന് അതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്തോട്ടെ എന്നാണോ കരുതേണ്ടത്. ഒരു മുഖദ്ദമ കരുതേണ്ടത് ഷെയ്ഖിൻ്റെ ഇഷ്ടങ്ങൾ മാത്രമാണ്. ഷെയ്ഖിൻ്റെ ഇഷ്ടത്തിൽ എന്താണെങ്കിലും, ഏത് രൂപത്തിൽ പരിമിതപ്പെടുത്താനാണെങ്കിലും, വിശാലമാക്കാനാണെങ്കിലും, സ്വതന്ത്രമാക്കാനാണെങ്കിലും, കടുപ്പിക്കാനാണെങ്കിലും, ഉയർത്താനാണെങ്കിലും താത്താനാണെങ്കിലും ഷെയ്ഖ് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും മുരീദ് ആ മുഖദ്ദമത്തി ഏറ്റെടുക്കണം, ശിരസ വഹിക്കണം. എപ്പോഴും രാജാവിൻ്റെ വാൾ തൻ്റെ കഴുത്തിലുണ്ട ബോധത്തോടെ രാജാവിൻ്റെ അവകാശങ്ങൾ അദ്ദേഹം പരിഗണിക്കണം. അതായത് ഏത് സമയത്തും രാജാവിന് വേണമെങ്കിൽ ഇത് എടുത്ത് കളയാം, ഇത് എൻ്റെ ഒന്നുമല്ല എന്നുള്ള രൂപത്തിലായിരിക്കണം അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അതിനൊരു സൂചന കിട്ടിയാൽ തന്നെ ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ഒഴിവാക്കി, ഒന്നും വേണ്ട എന്ന് പറയുന്ന രൂപത്തിലാവണം. ഏത് സമയത്തും അതെടുത്ത് ഒഴിവാക്കാൻ രാജാവിന്, നമ്മൾ ഷെയ്ഖിൻ്റെ ഭാഷ പറഞ്ഞാൽ ഷെയ്ഖിന് അധികാരം ഉണ്ടാവണം. ആ അധികാരത്തിന് കീഴ്പ്പെടുന്നവനായിരിക്കണം ഒരു മുഖദ്ദം. എത്ര വലിയ നഗരങ്ങൾ നിർമ്മിച്ചാലും രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചാലും ഖിദ്മത്തിൽ താൻ വീഴ്ച വരുത്തുന്നവനാണെന്ന ബോധമാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഒരു മുഖദ്ദം ഒരുപാട് മുരീദന്മാരെ കൊണ്ടുവന്ന ത്വരീഖത്തിൽ ഒരുപാട് പേർക്ക് വലിയ ഫത്ഹൊക്കെ ഉണ്ടായി. ഒരുപാട് നാടുകളിൽ ഈ ജമാഅത്ത് വലുതായി വന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം ഞാൻ ഭയങ്കര ഹിദ്മത്ത് ചെയ്യുന്ന ആളാണെന്ന് കരുതരുത്. വിചാരിക്കേണ്ടത് എന്താ, ഞാൻ ഹിദ്മത്തിലൊക്കെ വളരെ മോശമാണ്, എൻ്റെ ഹിദ്മത്തിലൊന്നും നടക്കണില്ല, ഞാൻ കാര്യമായി ഒന്നും ചെയ്യണില്ല ഹിദ്മത്തായിട്ട് എന്നേ കരുതാവോ. ഇപ്പോൾ ഏതൊരാളും ഹിദ്മത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആൾക്കാർ ഹിദ്മത്ത് വലിയൊരു ഹിദ്മത്ത് ചെയ്യുന്നു എന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ അതും ഒരു മറയായിത്തീരും. നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കണം.
എപ്പോഴും ഹിദമത്തിൽ വീഴ്ചകൾ വരുത്തുന്നവരാണെന്ന് ബോധ്യം ഉണ്ടാവണം. അദ്ദേഹം ഒരിക്കലും സ്വന്തം പ്രവർത്തനങ്ങളെ ആശ്രയിക്കരുത്, മറിച്ച് രാജാവിൻ്റെ കൽപ്പനയിലും സൂചനയിലും മാത്രമായിരിക്കണം അദ്ദേഹത്തിൻ്റെ ആശയം. സ്വന്തം ഞാൻ കുറേ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കുറേ ഹിദമത്ത് ചെയ്യുന്നുണ്ട്, ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ എന്നെ രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കരുത്. രാജാവ് കൽപ്പിച്ചു, അത് മാത്രം ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാലായി എന്ന് മാത്രമേ വിചാരിക്കാവൂ. അതിലേക്ക് മാത്രമേ അവൻ്റെ ശ്രദ്ധ പോകാവൂ. അങ്ങനെ അദ്ദേഹം രാജാവിൻ്റെ ശിക്ഷണം കൊണ്ട് സ്വന്തം നഫ്സിനെയും തൻ്റെ ഗ്രാമത്തെയും പട്ടണത്തെയും ശിക്ഷണത്തിനും പരിശീലനത്തിനും വിധേയമാക്കി. അപ്പോൾ രാജാവിനനുസരിച്ച് ഷെയ്ഖിനനുസരിച്ച് മുരിദന്മാരെ അദ്ദേഹം റെഡിയാക്കി കൊണ്ടുവന്നു. മുഖദ്ദമ അദ്ദേഹം രാജാവിനെ അവർക്ക് പ്രിയപ്പെട്ടവനാക്കി മാറ്റുകയും അവരെ രാജാവിന് പ്രിയപ്പെട്ടവനാക്കി മാറ്റുകയും ചെയ്തു. അവരെയെല്ലാം രാജാവിനോട് അടുപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമമായി മാത്രം അദ്ദേഹം സ്വയം വർത്തിച്ചു. അത് ഈ ജനങ്ങൾക്കൊക്കെ അവരിങ്ങനെ ഷെയ്ഖിനെ പറ്റി പറഞ്ഞു കൊടുത്തു, ഷെയ്ഖിൻ്റെ വൈനെ പറ്റി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ജനങ്ങൾക്ക് ഷെയ്ഖിനെ പറ്റിയൊരു പ്രിയ ഉണ്ടാക്കി കൊടുത്തു. അത് തിരിച്ചുണ്ടാക്കി കൊടുത്തു. ഷെയ്ഖിന് ഈ ജനങ്ങളെ പ്രിയപ്പെട്ടതാക്കി. അപ്പോൾ ഷെയ്ഖ് ഈ മുരീദന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ മുഖദ്ദമിൻ്റെ മുരീദന്മാരാണ് ഷെയ്ഖിന് ഭയങ്കര സന്തോഷം. ഒരാൾക്കാരാണോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. അത് അങ്ങനെ ഉണ്ടാവുകയാണ് മുഖദ്ദമ ചെയ്യേണ്ടത്. മുഖദ്ദമിന് മുരീദന്മാർക്ക് ഷെയ്ഖിനെ പറ്റിയുള്ള പ്രിയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഷെയ്ഖിന് മുരീദന്മാരെ കുറിച്ചുള്ള പ്രിയം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിന് മാധ്യമമായിരിക്കുന്ന ഒരാളെ മാത്രമാവണം യഥാർത്ഥത്തിൽ മുഖദ്ദമ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം യഥാർത്ഥ മുഖദ്ദമാവുന്നുള്ളൂ. തനിക്ക് യാതൊരു ആധിപത്യമോ സ്വന്തമായ യാതൊരു ശ്രേഷ്ഠതയോ സ്വന്തമായ അഭിപ്രായമോ അനക്കമോ അടക്കമോ സ്വന്തമായ ഉദ്ദേശമില്ലാതിരിക്കലോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല. ഒന്നുമില്ല. അദ്ദേഹം നടുവിൽ നിൽക്കുന്ന ഒരാൾ മാത്രം, മാധ്യമം മാത്രം. അങ്ങനെ നമ്മൾ ഷെയ്ഖിൻ്റെ മുഖദ്ദമികൾ അങ്ങനെ കാണാം. ചില പറ്റി ഷെയ്ഖ് പറയും, ചില മുഖദ്ദമികൾ ഓരോ ജമാഅത്തും ഷെയ്ഖ് അത് ഒരു സുഖമില്ല എന്ന് പറയും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആ മുഖദ്ദമ് അവരെ മുമ്പിൽ ഒരു ഷെയ്ഖായിട്ടായിരിക്കും. അവർ അദ്ദേഹത്തെ ഒരു മുറബിയായി മനസ്സിലാക്കരുത് എന്നല്ല. എന്തുകൊണ്ടങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ മുഖദ്ദമ ഷെയ്ഖായിട്ട് നിൽക്കുന്നു പറഞ്ഞാൽ ഷെയ്ഖിൽ നിന്ന് മറയായിട്ട് അദ്ദേഹം നിൽക്കുന്നു എന്നർത്ഥം. ഷെയ്ഖിലേക്ക് ആൾക്കാരെ കൊണ്ടുവരൂല. അതുപോലെ ഷെയ്ഖിൻ്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂല. അതുപോലെ മുരീദന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഷെയ്ഖിന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കൂല. അങ്ങനെയുള്ള മുഖദ്ദമ നല്ല മുഖദ്ദമല്ല. ഓരോരുത്തരുടെയും പ്രകൃതവും സവിശേഷതകളും ഔഷധങ്ങളും രോഗങ്ങളും സംബന്ധിച്ച് അദ്ദേഹത്തിന് അഗാധമായ അറിവുള്ളതിനാൽ ഓരോരുത്തർക്കും അവരുടെ പ്രകൃതത്തിന് അനുയോജ്യമായ ചികിത്സയാണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ ഈയൊരു സൈന്യാധിപനെ പോലെ മുഖദ്ദമും അങ്ങനെ തന്നെയായിരിക്കും. ഓരോ ആളുകൾക്ക്, എല്ലാ പ്രകൃതിയുള്ള ആളുകൾക്കും അയാളത്തെ അക്സെപ്റ്റൻസ് ഉണ്ടാവണം. ഉണ്ടല്ലോ, ഇപ്പോൾ ചില ആൾക്കാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നവരൊക്കെ മൊയ്ലിയാമാർ മാത്രം അദ്ദേഹം സ്വീകരിക്കുക, അങ്ങനെ ഉണ്ടാവും. ചിലർ മൊയ്ലിയാമാരല്ലാത്തവർ മാത്രം സ്വീകരിക്കുക, ചിലർ ആണുങ്ങളെ മാത്രം സ്വീകരിക്കുക, ചിലർ പെണ്ണുങ്ങളെ മാത്രം സ്വീകരിക്കുക, ചിലർ കുട്ടികളെ മാത്രം സ്വീകരിക്കുക, ചിലർ വലിയവർ മാത്രം സ്വീകരിക്കുക. അങ്ങനെ ഒന്നും ഉണ്ടാവരുത്. ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഓരോരുത്തരും വ്യത്യസ്ത നാച്ചുറലുള്ള ആൾക്കാരാണ്. പല ടൈപ്പ് ആൾക്കാർ ലോകത്തുണ്ട്. എല്ലാവർക്കും അദ്ദേഹത്തിലേക്ക് വരാൻ കഴിയണം. അവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സൊല്യൂഷനും കിട്ടണം. പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൈ മാത്രമായിട്ടല്ലാതെ അദ്ദേഹം സ്വയം കണ്ടിട്ടില്ല. അതായത് ഷെയ്ഖിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കൈയാണ് അദ്ദേഹം കാണുള്ളൂ. ഷെയ്ഖിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന, ഷെയ്ഖിൻ്റെ സാന്നിധ്യത്തിൽ ഷെയ്ഖിനെ പ്രതിനിധിയായി നിൽക്കുന്ന ആൾ, അത്രേ അദ്ദേഹത്തിനെ പറ്റി ഫീലിംഗ് ഉണ്ടാവുള്ളൂ. സുൽത്താൻ്റെയും അദ്ദേഹത്തിൻ്റെ വിശിഷ്ട വ്യക്തികളുടെയും ഉത്തമ സ്വഭാവ ഗുണങ്ങൾ അദ്ദേഹം സ്വായത്തമാക്കി. പിന്നെ അദ്ദേഹം ചെയ്യുന്ന മറ്റൊരു പ്രക്രിയയാണ്, ഇത് മുഖദ്ദമിലെ ചേർത്ത് വായിക്കാട്ടോ. മുഖദ്ദമ് എന്ത് ചെയ്യും? ഷെയ്ഖിൻ്റെ പ്രതിനിധികളുടെയും സ്വഭാവങ്ങൾ സ്വായത്തമാക്കാൻ ശ്രമിക്കുക. അതെങ്ങനെ സംഭവിക്കുക? ഒന്ന്, അവരെ കൂടെ ജീവിക്കുമ്പോൾ, പിന്നെ അവർ വായിക്കുമ്പോൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഷെയ്ഖിൻ്റെയും ഈ ത്വരീഖത്തിൻ്റെ ഖുലഫാക്കളായ മശായിഖന്മാരുടെയൊക്കെ സ്വഭാവങ്ങൾ നമ്മൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഉന്നതരുടെയും കവാടപാലകരുടെയും സുൽത്താൻ്റെ വ്യത്യസ്ത പദവിയിലുള്ളവരുടെയും പ്രതിനിധികളുടെയും ആദരവും പവിത്രതയും അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ഷെയ്ഖിൻ്റെ വ്യത്യസ്ത ഖലീഫന്മാരുടെയൊക്കെ സ്വഭാവങ്ങൾ, അവരുടെ വിശേഷണങ്ങൾ, അവർ പറഞ്ഞ് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ശരിക്കും അവരെ സ്വഭാവങ്ങൾ നമ്മളിങ്ങനെ ഒപ്പിയെടുക്കുന്നത് പോലെയാണ്. നമ്മൾ ഈ കിതാബ് വായിക്കുന്നത് പോലെ അവരുടെ സ്വഭാവം ഒപ്പിയെടുക്കുന്നത്. അവരുടെ പാത പിന്തുടർന്നും അവരുടെ പദവികൾ ആദരിച്ചും അവരുടെ അവസ്ഥകളിൽ നിന്ന് വിധികൾ ഉൾക്കൊണ്ടും അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചും അവരുടെ മാതൃകകളും അടയാളങ്ങളും സൂക്ഷ്മമായി അന്വേഷിച്ചും അദ്ദേഹം അവരുടെ മാർഗദർശനം പിൻപറ്റി. അപ്പോൾ ഷെയ്ഖിനെ മാത്രമല്ല,
ഷെയ്ഖിൻ്റെ ഖലീഫന്മാരായവർ, ഷെയ്ഖിൻ്റെ പ്രതിനിധികളായി കലാകാലങ്ങളിലായി ജീവിച്ച ആൾക്കാർ, അവരുടെ നിന്നൊക്കെ മാതൃകകൾ പിൻപറ്റിയും അറിവ് സ്വീകരിച്ചും അവരുടെ വ്യത്യസ്തമായ അവസ്ഥകളിലെ വിധികളൊക്കെ മനസ്സിലാക്കിയും പഠിച്ചും മനസ്സിലാക്കിയും അതിങ്ങനെ ഒപ്പിയെടുത്ത് മുരീദന്മാരിലേക്ക് നൽകുന്നവനാവണം ഈ മുഖദ്ദം. സുൽത്താൻ ആ നാട്ടുകാർക്ക് അംഗീകരിച്ചു നൽകിയ നാട്ടുനടപ്പുകളെയും ആചാരങ്ങളെയും അദ്ദേഹം മാനിച്ചു. അതായത് ഓരോ നാടിനും ഒരു മുഖദ്ദമിന് ഒരു നാട്ടിലേക്ക് പറഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ, ഷെയ്ഖിൻ്റെ നാട്ടിൽ ഷെയ്ഖ് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ മുഖദ്ദം ഈ നാട്ടിലാവുക എന്നുള്ളതല്ല. ഷെയ്ഖുൽ തന്നെ പറയാറുണ്ട്, ഓരോ നാട്ടിലും ഉള്ള ഒരു ആദത്ത് അത് ശരീഅത്തിന് വിരുദ്ധമല്ലെങ്കിൽ അത് ആ നാട്ടിലത്തെ ശരീഅത്തായി അംഗീകരിക്കണം എന്ന്. ഇപ്പോൾ ഒരു നാടിനൊരു സ്വഭാവം ഉണ്ടാവും, നാടിനൊരു രീതി ഉണ്ടാവും. ആ രീതിയൊക്കെ നാട്ടു നടപ്പുകൾ ഈ ഷെയ്ഖ് അംഗീകരിച്ചതാണെങ്കിൽ ഇദ്ദേഹം അത് മാനിക്കണം. അപ്പോൾ ഷെയ്ഖിൻ്റെ രീതിയും ഷെയ്ഖിൻ്റെ നാട്ടിലുള്ള രീതികളും ആചാരങ്ങളും അതേപോലെ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഈ മുഖദ്ദം ഉണ്ടെങ്കിൽ ആ മുഖദ്ദമിൻ്റെ നാട്ടിലുണ്ടാവേണ്ടത് വ്യത്യസ്ത രൂപത്തിലായിരിക്കും. അപ്പോൾ ആ നാട്ടിലെ ആചാരങ്ങളും നടപ്പുകളും രീതികളൊക്കെ ശരീഅത്ത് അംഗീകരിച്ചതാണെങ്കിൽ, ഷെയ്ഖന്മാർ മാനിച്ചതാണെങ്കിൽ അത് അംഗീകരിക്കാൻ ഈ മുഖദ്ദം ശ്രദ്ധിക്കണം. പിന്നെ നാടിൻ്റെ അടിത്തറ തകർക്കാൻ ഇടയാക്കുന്ന അനാചാരങ്ങളുടെ വേരുകൾ നിർബന്ധമായി അദ്ദേഹം പെയ്തെറിയുമാണ്. അതായത് ഇവിടെ വിദേഹത്തുകൾ ഉണ്ടാവുന്നുണ്ട്, അനാചാരം വരുന്നുണ്ട്. നമ്മൾ ത്വരീഖത്തിനോ ഉസൂലിനോ നമ്മൾ ആത്മീയമായ യാത്രക്കോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ആചാരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് എന്തായാലും ഒഴിവാക്കണം. എന്നാൽ എല്ലാം അങ്ങനെ ആ പരിധിയിൽ വരുന്നതല്ല. ഇപ്പോൾ നമ്മളെ നാട്ടിലത്തെ ആളുകളുടെ ഡ്രസ്സിങ് സ്റ്റൈല്, നമ്മളെ നാട്ടിലെ ആളുകളുടെ ഭക്ഷണ രീതി, അവരുടെ സമയക്രമീകരണം, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവില്ല. ഇതിലൊക്കെ നമുക്ക് ചില വിഷയങ്ങളിൽ ഷെയ്ഖിൻ്റെ നാട്ടിലൊക്കെ നടക്കുന്ന രൂപത്തിലൊക്കെ അത് കുറച്ചും കൂടി നല്ലതായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഒപ്പിയെടുക്കാം, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ എന്ന് കരുതി നമ്മൾ പൂർണ്ണമായി മാറ്റാൻ നിൽക്കരുത്. അവിടെയുള്ള എങ്ങനെയാണ് അതേപോലെ ഇവിടെ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ആവുകയും ചെയ്യരുത്, അത് ആളുകൾ കുടുസായി മാറും. നമ്മൾ ഇവിടുത്തെ മാനിച്ചുകൊണ്ട് അവിടുത്തെ കുറേ പോസിറ്റീവായ കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്തി വെച്ചിട്ട് നമ്മളുടേതായ രീതിയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതങ്ങനെ തന്നെയായിരുന്നു ഏത് കാലത്തും. ഇപ്പോൾ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾ സെനഗലിലല്ലേ, അഹമ്മദ് ജാൻ തങ്ങൾ മൊറോക്കോയിലാണല്ലോ. അഹമ്മദ് ജാൻ തങ്ങൾ നാട്ടിലുള്ള അതേപോലെയല്ലോ സെനഗലിൽ ഉള്ളത്. സെനഗലിൽ അതേപോലെയല്ല മൗറിത്താനിയിലും ഉള്ളത്. അത് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ, അവർ പക്കായി നമ്മൾ ഈച്ചക്കൊപ്പിടി എന്ന് അറിയണ്ടല്ലോ, അതല്ല അവർ ആ ഇത്തിബാവെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവർ പലതും സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ നാട്ടിൽ പലതും ഇല്ലാത്തതിനെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾ ചെയ്തു, അവർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ആ മഹബത്ത് കൊണ്ട് പലതും അവർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായി മാറ്റിയിട്ടില്ല. അവിടുത്തെ ആ മൗറിത്താനിയൻ രീതിനെ അങ്ങനെ വെച്ചതുകൊണ്ട് തന്നെയാണ് അതിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ടിപ്പോൾ നമ്മുടെ നാട്ടിലേക്കും ഒരു മുഖദ്ദം ഷെയ്ഖിൻ്റെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ എല്ലാം അടിമുടി മാറ്റിയിട്ട് അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലത്തെ രീതി അനുസരിച്ച് എന്നാൽ അതിലേക്ക് മറ്റേ കൊണ്ടുവരാം. അങ്ങനെയാണ് അതിന് കുറച്ചും കൂടി നല്ല രൂപം. ഉദാഹരണം പറയാം, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു മൗലിദ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ മൗലിദ് രീതി എന്താ, കുറച്ച് ആൾക്കാരിങ്ങനെ ഉസ്താദ്മാരൊക്കെ ചുറ്റിരിക്കും, തലയണ വെക്കും, ആ തലയണയിൽ മുകളിൽ ഇങ്ങനെ മൗലിദ് കിതാബൊക്കെ തുറന്ന് വെച്ച് ഇങ്ങനെ ഓതി മധുരങ്ങളൊക്കെ നിരത്തി വെച്ച് അതിൻ്റെ ചുറ്റിന്ന് ഓതി ലാസ്റ്റ് ഒരു ദുആ ഒക്കെ ചെയ്ത് പിരിയുന്ന രീതിയല്ലേ. എന്നാൽ ഷെയ്ഖിൻ്റെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു മൗലിദിന് ഈ രൂപത്തിലുള്ള രീതിയല്ല ഉള്ളത്. ഇപ്പോൾ തലയണൊക്കെ വെച്ച് മൗലിദ് കിതാബ് ഓതുന്ന രീതിയല്ല അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ അതേ രൂപത്തിൽ തന്നെ ആവണോ? അങ്ങനെയില്ല. ഇവിടുത്തെ രൂപത്തിനെയും അവിടുത്തെ രൂപത്തിനെയും ഉൾക്കൊണ്ടിട്ട് ഇവിടുത്തെ തനതായ രീതി മാറ്റാതെ തന്നെ അവിടുത്തെ പോസിറ്റീവായ പല കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാമല്ലോ. അപ്പോൾ അവിടെ ചൊല്ലുന്ന ബൈത്തുകളും അവിടെ ചൊല്ലുന്ന മൗലിദുകളും അതൊക്കെ കൊണ്ടുവരിക. എന്നാൽ നമ്മുടെ നാട്ടിലത്തെ രീതിക്കനുസരിച്ചു അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ ആളുകൾക്ക് ഇത് കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റും. കൂടുതൽ ആളുകൾക്ക് മറ്റേത് മൊത്തം ആ ത്വരീഖത്തിലേക്ക് പോകണം, മൊത്തം ഡ്രസ്സിങ് മാറ്റണം, മൗലിദ് രീതി മാറ്റണം, നിസ്കാരം മാറ്റണം, എല്ലാം മാറ്റി മുടി മാറ്റണം എന്ന് വിചാരിച്ച ആൾക്കാർക്ക് ഇത് ഭയങ്കര പ്രയാസമാവും. അതുകൊണ്ടാണ് ദീനതിനെ വിശാലമാക്കിയതും. അപ്പോൾ അനാചാരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അല്ലാതെ പൊതുവായ നാട് അംഗീകരിക്കുന്ന നാട്ടു നടപ്പുകൾ, നാട്ടു രീതികൾ അത് അങ്ങനെ തന്നെ വെക്കാം, അതിന് മാറ്റമൊന്നുമില്ല എന്ന് കരുതി അവിടുത്തെ പോസിറ്റീവായ കാര്യങ്ങളും കൂടെ കൊണ്ടുവരാൻ പാടില്ല എന്ന് കേട്ടോ, കൊണ്ടുവരികയും ചെയ്യുക. ഓരോ തീരുമാനത്തിലും അദ്ദേഹം ഉന്നതരോടും രാജാവിനോടും കൂടിയാലോചന നടത്തി
സാധ്യമാണെങ്കിൽ പ്രത്യേക അനുവാദമില്ലാതെ അദ്ദേഹം യാതൊരു തീരുമാനവും നടപ്പിലാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. അതായത് ഇപ്പോൾ അദ്ദേഹം ഒരു കാര്യങ്ങൾ എടുക്കുമ്പോഴും തീരുമാനം എടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുതിർന്ന ആളുകൾ, ഷെയ്ഖിൻ്റെ അടുത്തുള്ള മുതിർന്ന ആൾക്കാരുമായി ചർച്ച ചെയ്ത് മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കേട്ടോ, എല്ലാ തീരുമാനങ്ങളും അല്ല. ഭരണകൂടത്തിൻ്റെ ഔദ്യോഗികമായ സന്ദേശവിനിമയ സംവിധാനത്തിലൂടെ അദ്ദേഹം രാജാവിന് ആശയവിനിമയം നടത്തുകയും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തോടെ മറുപടി നൽകുകയും ചെയ്യും. ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷെയ്ഖിനോട് സംവദിക്കുന്ന അഭിവിശ്വാസങ്ങളിലൂടെയൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ ടെലിഗ്രാമിൽ അഭിവിശ്വാസങ്ങൾക്കൊരു മെസ്സേജ് അയച്ച് ഇങ്ങനെയൊക്കെ ചെയ്തോട്ടെ, ഈ കാര്യങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ഷെയ്ഖ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പ്രജകൾ സുൽത്താൻ്റെ പരിഗണനയും ദൃഷ്ടിയും പതിയുന്ന ഇടമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ ഷെയ്ഖ് നോക്കുന്നത് ഈ മുക്കദ്ദമിലേക്കല്ല, ഈ മുക്കദ്ദമിനെ തന്നെ നിശ്ചയിച്ചെന്തിനാ, ഈ ജനങ്ങൾക്ക് ഉപകാരം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഷെയ്ഖ് നോക്കുന്ന ജനങ്ങളിലേക്കാണ്, അതായത് മുരീദന്മാരിലേക്കാണ്. അതിനാൽ അദ്ദേഹത്തിൻ്റെ പ്രജകൾ നന്നായാൽ അദ്ദേഹത്തിൻ്റെ കാര്യവും നന്നാവും. അപ്പോൾ മുരീദന്മാരെല്ലാവരും നന്നാവുമെന്നല്ല, എല്ലാവരും നന്നാവുന്ന സംഭവം എന്തായാലും ഉണ്ടാവില്ലല്ലോ. മുരീദന്മാർ ഏകദേശമൊക്കെ സിദ്ദിഖുള്ള ആൾക്കാരൊക്കെ നല്ല വഴിയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് ഷെയ്ഖിന് മനസ്സിലായാൽ അതിനർത്ഥം മുഖദ്ദമ അവൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ടെന്നാണല്ലോ. എന്നാൽ അദ്ദേഹം അവരെ വഷളാക്കിയാൽ തൻ്റെ അഭിമാനമായ അടിമത്തത്തെയാണ് അദ്ദേഹം വഷളാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ മുരീദന്മാരെ മോശാക്കി. അതായത് മുരീദന്മാർ നല്ലവരും തന്നെ നല്ലവരായില്ല, വേറെ രൂപത്തിലൊക്കെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഷെയ്ഖ് നോക്കുമ്പോൾ തുടങ്ങുമ്പോൾ ഒരു നല്ല സിദ്ദിഖുള്ള മുരീദായിരുന്നല്ലോ, ഈ ചങ്ങായിൻ്റെ കൂടെ കൂടിയിട്ട് ആകെ മോശമായല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടിമത്വമാണ് അതുകൊണ്ട് തകർക്കപ്പെടുന്നത്, ഈ മുഖദ്ദമിൻ്റെ. അങ്ങനെ അദ്ദേഹം മലിനമായാൽ സേവനത്തിൻ്റെ, അതായത് ഹിദ്മത്തിൻ്റെ സന്നിധിയിൽ നിന്ന് എന്നേക്കുമായി അദ്ദേഹം പുറത്താക്കപ്പെടും. അതായത് മുരീദന്മാരെ നന്നായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കഴിവിൻ്റെ പരിധിക്കനുസരിച്ചിട്ടോ, അല്ലാതെ ഇപ്പോൾ എല്ലാവരും നോക്കാൻ എന്തും ചെയ്യാനും നമുക്ക് പറ്റൂല. നമുക്ക് ആരോഗ്യവും സമയവും പരിമിതികളും ഉണ്ടല്ലോ. അതിൽ നിന്ന് പരമാവധി ഒരു മുരീദന്മാരെ നല്ല കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവന് പറ്റുന്നില്ലെങ്കിൽ അവരെയൊക്കെ മലിനമാക്കുകയും അവരൊക്കെ മോശാക്കുകയാണ് മുഖദ്ദമ ചെയ്തതെങ്കിൽ ഈ ഹിദ്മത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഷെയ്ഖ് അദ്ദേഹത്തിനെ പുറത്താക്കും. പിന്നീട് അദ്ദേഹത്തിൻ്റെ പാശ്ചാത്താപം സ്വീകരിക്കപ്പെടൂല, അദ്ദേഹത്തിന് പുറത്താക്കി. കാരണം അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം സ്വയം മോശാവല്ല ചെയ്തത്, സ്വയം മോശാക്കുകയും മറ്റുള്ളവരെ മുഴുവൻ മോശാക്കുകയും ചെയ്തു. സ്വയം മോശമാകാണ് പിന്നെയും കുഴപ്പമില്ല, ബാക്കിയുള്ളവരൊക്കെ മോശമാക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്യുന്നവരോട് ഷെയ്ഖിന് തൃപ്തിയില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ സാന്നിധ്യം, പിന്നെ അദ്ദേഹത്തിന് ഹിദ്മത്ത് ചെയ്യാൻ കഴിയില്ല. ആ ഹിദ്മത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, നമ്മളിപ്പോൾ റിട്ടേൺ ആയിട്ട് ഇങ്ങനെ ഷെയ്ഖ് എഴുതി തരേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് പിന്നെ ഹിദ്മത്ത് ചെയ്യാൻ കഴിയില്ല. ഷെയ്ഖ് പുറത്താക്കി എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് അതിൻ്റെ എഴുത്തൊക്കെ ഉണ്ടാവും, എഴുത്തും കടലാസും ഔദ്യോഗികമായ മുഖദ്ദമൊക്കെ ഉണ്ടാവും. പക്ഷേ ഹിദ്മത്ത് ചെയ്യാനൊന്നും കഴിയില്ല, തൗഫീഖ് എടുത്ത് കളയും. പിന്നെ ഒന്നും സാധിക്കൂല, അവൻ അതിലേക്ക് തിരിച്ചു വരാനും പാശ്ചാത്താപം പോലും സ്വീകരിക്കപ്പെടില്ല. അവരുടെ സാക്ഷ്യം നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കുകയും ചെയ്യരുത്, അവർ തന്നെയാകുന്നു അധർമ്മകാരികൾ എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ. ഭരണകൂടത്തിൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് സുൽത്താൻ ആദരിക്കുകയും സുൽത്താനിൻ്റെ ഔദ്യോഗിക പദവികളുടെ ചിഹ്നങ്ങളായ ഒന്നോ അതിലധികമോ നക്ഷത്രങ്ങൾ അണിയിക്കുകയും ചെയ്ത ഒരാൾ സ്വന്തം കാര്യത്തിൽ മാത്രം മുഴുകി ജീവിക്കുന്ന മറ്റൊരാളെ പോലെ അല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു ഷെയ്ഖ്, ഒരു രാജാവ് ഒരാളെ ആദരിക്കുകയാണ്, ഒരു സ്റ്റാറൊക്കെ കൊടുത്തിട്ട്. ഇപ്പോൾ ഏതുപോലെ നമ്മുടെ നാട്ടിൽ ഒരു പോലീസുകാരന് ഹെഡ് കോൺസ്റ്റബിളായി, പിന്നെ കുറച്ച് കഴിഞ്ഞ് CI ആയി, SI ആയി, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ എത്തിയെന്ന് കരുതുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്റ്റാർ ഇങ്ങനെ കൂടുമല്ലോ. അപ്പോൾ സ്റ്റാർ കൂടുന്നത് പിന്നെ അദ്ദേഹത്തിന് മറ്റാളെ പോലെ ജീവിക്കാൻ കഴിയില്ല. ഹെഡ് കോൺസ്റ്റബിളിന് പിന്നെ മറ്റ് കോൺസ്റ്റബിളിനെ പോലെ നിൽക്കാൻ പറ്റില്ല. പിന്നെ SIക്കും CIക്കും ഒന്നും ഹെഡ് കോൺസ്റ്റബിളിനെ പോലെ നിൽക്കാൻ പറ്റില്ല. DYSPക്കൊന്നും വേറെ ആരെ പോലെ നിൽക്കാൻ പറ്റില്ല. സ്റ്റാർ കൂടുന്നതനുസരിച്ച് അവർക്ക് മറ്റൊരാളെ പോലെ ആവാൻ പറ്റില്ല. അതുപോലെ ഒരു മുക്കദ്ദമീങ്ങൾക്ക് നേതാവാകുക എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരെ പോലെ നിൽക്കാൻ പറ്റില്ല. കൂടാതെ അദ്ദേഹം കള്ളം പറയുകയും ഔദ്യോഗിക രേഖകളുടെ കണക്കുകൾ പരിശോധനയിലൂടെയോ നീതിമാന്മാരായ സാക്ഷ്യപ്പെടുത്തുന്നതിലൂടെയോ സ്വന്തം കുറ്റസമ്മതത്തിലൂടെയോ സത്യസന്ധനായ ആവർത്തിക്കപ്പെടുന്ന പരാതികളിലൂടെയോ അത് തെളിയിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ സുൽത്താൻ്റെ ഉൾക്കാഴ്ചയുടെ കണ്ണാടിയിലൂടെയും അവിടുത്തെ അന്തർദൃഷ്ടി തുറക്കപ്പെടുന്നതിലൂടെയും കണ്ടെത്തുന്നതിലൂടെയും സുൽത്താൻ അത് അറിയുകയോ അല്ലെങ്കിൽ രഹസ്യങ്ങൾ അന്വേഷിച്ചറിയുന്ന പ്രതിനിധിയായ ചാരൻ വഴി വിവരമറിയുകയോ
അല്ലെങ്കിൽ കേസുകളിലും വിധികളിലും അദ്ദേഹത്തിൻ്റെ കള്ളത്തരം വ്യക്തമാവുകയും ചെയ്താൽ ഖിദ്മത്തിൻ്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുകയും രാജസന്നിധിയിൽ നിന്ന് ശപിക്കപ്പെടുകയും ചെയ്യുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതായത് ഇപ്പോൾ ഇതിനെ നമ്മൾ മുഖദ്ദമിലേക്ക് ചേർത്ത് പറഞ്ഞു നോക്കൂ. ഒരു മുഖദ്ദമും ഷെയ്ഖിനെ നിന്ന് ആളുകളെ മറച്ചു കളയാണ്. നേരായ വഴിയല്ല, തുരീക്കത്തല്ല പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ സംഭവിക്കാൻ പറ്റാത്തതൊന്നല്ല. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുക? ഔദ്യോഗിക രേഖകളുടെ കണക്കുകൾ പരിശോധിക്കുക. അതായത് ഖുർആനും സുന്നത്തൊക്കെ നോക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനെതിരാണ്. ഈ മുഖദ്ദമ പഠിപ്പിക്കുന്നത് ഖുർആനും സുന്നത്തും പറഞ്ഞതിനെതിരാണ്. അങ്ങനെ വരാം. മുഖദ്ദമ പറയാൻ നിസ്കാരമൊന്നും നമുക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയാണ്, ഏത് തെറ്റും നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മുഖദ്ദമ പറഞ്ഞാൽ അത് ഖുർആനും സുന്നത്തിനെതിരല്ലേ? അങ്ങനെ വരാം. അല്ലെങ്കിൽ നീതിമാന്മാരുടെ സാക്ഷ്യത്തിലൂടെയാവാം. അതായത് അവിടെ മൂപ്പർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അത് തെറ്റായ കാര്യമാണെന്ന് ഷെയ്ഖിൻ്റെ നല്ല മുരീദന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ അല്ലെങ്കിൽ സ്വന്തം കുറ്റസമ്മതത്തിലൂടെ അല്ലെങ്കിൽ ഞാനിതൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് അദ്ദേഹം പറയാം. അതായത് ഇതിനർത്ഥം ഒരു മുഖദ്ദം ഒരിക്കലും തെറ്റിയില്ല എന്നൊന്നുമല്ല കേട്ടോ, അങ്ങനെയല്ല. കാരണം ഇവിടെ പറയുന്ന തെറ്റ് തന്നെ സമൂഹവുമായി ബന്ധപ്പെട്ട തെറ്റാണ്. എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യുന്നവരാണ്. കാലഘട്ടത്തിൽ കാമിലായ മനുഷ്യനൊഴികെ ബാക്കിയൊക്കെ തെറ്റ് ചെയ്യും. പക്ഷെ തെറ്റല്ല പ്രശ്നം. ആ തെറ്റ് സമൂഹവുമായി ബന്ധപ്പെട്ട തെറ്റും സ്വന്തം പേഴ്സണലായ തെറ്റുകളും വ്യത്യാസമുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ സമൂഹത്തിനെ ഷെയ്ഖിൽ നിന്ന് അകറ്റുന്ന, ത്വരീഖത്തിൽ നിന്ന് അകറ്റുന്ന രൂപത്തിലാണ് അദ്ദേഹം കൊണ്ടുപോകുന്നതെങ്കിൽ അത് ആ ആളുകളൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം അത് ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അതിന് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയ്ഖിനോട്, അല്ലെങ്കിൽ ഷെയ്ഖിന് തന്നെ ഉൾക്കാഴ്ചയിൽ മനസ്സിലായി, ഷെയ്ഖിൻ്റെ ബസീറത്ത് മനസ്സിലായി അങ്ങനെ ആൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഷെയ്ഖിൻ്റെ രഹസ്യാന്വേഷണങ്ങളെ വഴി, ചാരം വഴി എന്നൊക്കെ പറഞ്ഞാൽ ഷെയ്ഖിന് എന്തെങ്കിലും ഷെയ്ഖിന് എല്ലാ ടൂൾസും ഷെയ്ഖിന് ഉപയോഗിക്കാമല്ലോ, ആ ടൂൾസിലൂടെയൊക്കെ ഷെയ്ഖിന് മനസ്സിലായി. അങ്ങനെ ചെയ്താൽ ഷെയ്ഖ് എന്ത് ചെയ്യും? ഖിദ്മത്തിൻ്റെ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കും, അദ്ദേഹത്തിന് ശപിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ മുഖദ്ദമാന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. അതായത് തുടർന്ന് കള്ളം പറയുന്ന കക്ഷിയുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിരിക്കാം, നമുക്ക് ഉള്ളതിഞ്ഞ് പ്രാർത്ഥിക്കാം എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് ഈ കൗമിനെ കുറിച്ചാണ്. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് തിരിച്ചു വരെ പ്രതീക്ഷിക്കപ്പെടുകയില്ല. സ്വന്തം തെറ്റുകളാണെങ്കിൽ ഇത് ഇങ്ങനൊന്നും പറയൂല. കാരണം സ്വന്തം തെറ്റുകളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അള്ളാഹു തിരിച്ചു വരെ പ്രതീക്ഷിക്കപ്പെടാവുന്നത് തന്നെയാണ്. പക്ഷേ ഒരു സമൂഹത്തിനെ ഷെയ്ഖിൽ നിന്ന് അകറ്റുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. അത് സ്വന്തം തെറ്റുകൾ പോലെയല്ല. അങ്ങനെ പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ അദ്ദേഹത്തെ സൈനികരുടെ കഠിനമായ ചുമടുപണികളിലേക്ക് തരം താഴ്ത്തപ്പെടും. ഇനിയിപ്പോൾ അയാൾക്ക് നന്നാവണമെന്നുണ്ടോ? പിന്നെന്താ ചെയ്യുക? അയാളിൽ നിന്ന് പുറത്താക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ മുകളിൽ കഠിനമായ ചുമടുപണികൾ, കാരണം നമ്മൾ രാജാവ് സൈന്യാധിപനെ പുറത്താക്കിയാൽ എന്താ ചെയ്യുക? അദ്ദേഹത്തിന് സാധാരണ പണിക്കാരെ എടുക്കുന്നതിനേക്കാൾ വലിയ പണികൾ ഏൽപ്പിക്കൂലേ? അതുപോലെ ഇങ്ങനത്തെ പണികൾ ഏൽപ്പിക്കും അദ്ദേഹത്തിന്. അതായത് ദുനിയാവിൻ്റെ ഭാരങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് തലയിട്ടെടുക്കും. കാരണം ഈ ലോകത്തിൻ്റെ കൺട്രോളൊക്കെ ഷെയ്ഖിൻ്റെ കയ്യിൽ തന്നെയല്ലേ. പിന്നെ അവന് താങ്ങാൻ പറ്റാത്ത എല്ലാ ഭാഗത്തുനിന്നും ഭാരങ്ങൾ അവൻ്റെ മുകളിലേക്ക് വന്നു വീഴും. അത് ഭാരമേറിയ ചുമടുകളും കല്ലുകളും അദ്ദേഹത്തിന് മേൽ കയറ്റിവെക്കുകയും ജനമധ്യത്തിൽ അദ്ദേഹത്തെ നിർത്തി അപമാനിക്കുകയും ചെയ്യും. അത് ഈ മുഖദ്ദമ് ഷെയ്ഖിനനുസരിച്ചല്ല ഈ ആൾക്കാരൊക്കെ കൊണ്ടുപോകണം, എല്ലാം ഉൾട്ടയായിട്ടാണ് പോകണമെങ്കിൽ അത് ഷെയ്ഖിന് ബോധ്യപ്പെട്ട പിന്നെന്താ ചെയ്യാം? ദുനിയാവിൻ്റെ ഭാരം മുഴുവൻ എൻ്റെ തലയിൽ വെച്ചെടുക്കും, എല്ലാം തകിടം മറിയും. പിന്നെ ആളുകളെ മുമ്പിൽ അദ്ദേഹത്തിന് അപമാനിക്കപ്പെടും. സുൽത്താൻ്റെ കോപത്തിൽ ലംഘിക്കാത്ത ആളുകൾ അദ്ദേഹത്തിന് വാളുമായി പിന്തുടരും. അദ്ദേഹത്തിന് പിന്നാലെ ഇങ്ങനെ ഉണ്ടാവും ആൾക്കാർ, നല്ല ആൾക്കാർ മുഴുവൻ അദ്ദേഹത്തിന് വെട്ടുന്ന രൂപത്തിലുണ്ടാവും. അങ്ങനെ നിന്ദയോടെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പരസ്യമായി അവഹേളിക്കപ്പെടുകയും ചെയ്യും. എല്ലാ സദസ്സുകളിലും അദ്ദേഹത്തെക്കുറിച്ച് ഉപകാരം പറയപ്പെടും. ഇതാ സുൽത്താൻ്റെ പദവികളിൽ വ്യക്തമാക്കുന്ന ചിഹ്നങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടായിരുന്ന ആളാണിത്. എന്നാൽ ഒറ്റ കള്ളത്തരം അദ്ദേഹത്തിനെ പുറത്താക്കുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ പദവികളും എടുത്തുകളയുകയും ചെയ്തു. ഇനി ഒരിക്കലും അദ്ദേഹത്തെക്കുറിച്ച് ആരും അന്വേഷിക്കുകയില്ല. നമ്മൾ ഇത്ര ഷെയ്ഖിൻ്റെ വഴികളിൽ നിന്ന് തെറിച്ചുപോയ എത്ര മുഖദ്ദമകൾ നമ്മൾ സെനഗലിലും മൗറിത്താനിയിലൊക്കെ കാണണം. അവരൊക്കെ അതിനർത്ഥം ഒരു മുഖദ്ദമായിട്ട് അറിയപ്പെടില്ല എന്നോ അങ്ങനെയൊന്നുമല്ല. ഓരോ പിന്നെ അള്ളാഹു പിന്നെ ഒരിക്കലും നന്നാകാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് പാശ്ചാത്തലമില്ലാത്ത അവസ്ഥ ഉണ്ടാവുക എന്ന് പറഞ്ഞത് അവർക്ക് ഖേദം തന്നെ ഉണ്ടാവില്ല. അവരെ പിന്നെ ദുനിയാവിൽ അങ്ങോട്ട് അള്ളാഹു ഒഴുക്കി വിടും. പിന്നെ അവർ ചിലപ്പോൾ നബിയാണെന്ന് വാദിച്ചാൽ പോലും നമുക്ക് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവരങ്ങനെയൊക്കെ വാദിക്കും. കാരണം അവർക്ക് പിന്നെ പാശ്ചാത്തപിക്കാൻ തോന്നൂല.
തോന്നിയാലേ മടങ്ങി വരുള്ളൂ. ആ രൂപത്തിൽ അവർക്ക് അവരെ മുകളിൽ ഭാരങ്ങളൊക്കെ ഇട്ട് അവരെ മുകളിൽ അവർ നിന്ദ്യരാക്കി, സ്വാലിഹീങ്ങളുടെ മുമ്പിൽ നിന്ദ്യരാക്കിയിട്ടോ. അല്ലാതെ ആൾക്കാരെല്ലാവരും അവരെ പറ്റി നിന്നത പറയണമെന്നൊന്നുമില്ല. സ്വാലിഹീങ്ങളുടെ മുമ്പിൽ എന്തായി ചെങ്ങായി കാട്ടിക്കൂട്ടണം എന്നുള്ള രൂപത്തിൽ നിന്ദ്യരാക്കി അദ്ദേഹത്തിന് ഒഴിവാക്കും. എല്ലാ സദസ്സുകളിലും സ്വാലിഹീങ്ങളുടെ സദസ്സുകളിൽ ആ ചെങ്ങായിൻ്റെ അടുത്ത് പോരുതിട്ടോ അവന് ശൈഖ് ആദ്യം മുഖദ്ദമാക്കിയ ആളായിരുന്നു, പിന്നെ ആ ചെങ്ങായി ഇങ്ങനൊക്കെ ആയി എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് പോകും. അതിനാൽ ഹേ ബുദ്ധിമാന്മാരെ, അതായത് നേതാക്കളും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുമായവരെ, നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുക. അങ്ങനെ ആ ശിക്ഷ അയാൾക്ക് കഠിനമായ മാതൃക ശിക്ഷയും മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പും ഉത്ബോധനവുമായി തീർന്നു. അതിനാൽ മറ്റുള്ളവരുടെ അവസ്ഥ കണ്ട് ഗുണപാഠം ഉൾക്കൊള്ളുകയും തൻ്റെ രാജാവിൻ്റെ കോപത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അതുകൊണ്ട് തന്നെ നമുക്കറിയാമോ, മുഖദ്ദമാക്കിയോണ്ട് മാത്രം മുഖദ്ദമാണ് അവനെല്ലാം ഏറ്റവും ഉന്നതമായ അങ്ങനൊന്നുമില്ല. മുഖദ്ദമാക്കിയാലും ആ മുഖദ്ദമ ആളുകളെ ശേഖരിച്ച് ആളുകളെ നേർവഴിയിലാക്കാതിരിക്കുക, സ്വന്തത്തിലേക്ക് ആൾക്കാരെ ക്ഷണിക്കുക, എന്നിട്ട് ഞാൻ വലിയ ശേഖായിട്ട് നടക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ഓന് പാശ്ചാത്താപം ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് അള്ള മാറ്റിക്കളയും. പിന്നെ ഓന് ഒരിക്കലും മടങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ അയാൾ നബിയാന്ന് വാദിച്ചാൽ പോലും അത്ഭുതമില്ല എന്ന് പറഞ്ഞത്. കാരണം മടങ്ങി വരാൻ കഴിയില്ല. അദ്ദേഹത്തിന് എല്ലാ ദുനിയാവിൻ്റെ ഭാരങ്ങളും അദ്ദേഹത്തിന് മുകളിട്ടെടുക്കും, സാലിഹ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് എതിർക്കും. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് അതൊന്നും മനസ്സിലാവില്ല. അദ്ദേഹത്തിന് കുറച്ച് ആൾക്കാരുണ്ടാവും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. അള്ളാഹു അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കതിലും ബുദ്ധി ഉള്ള ആളുകളതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അല്ലോ നമ്മളങ്ങനെ ആയിക്കൂടാ. നമ്മൾ ഷെയ്ഖിൻ്റെ മുമ്പിൽ ഒരു മറയായിട്ട് വലിയ ഷെയ്ഖായിട്ട് നടന്നുകൂടാ. നമ്മളൊരു ഷെയ്ഖിൻ്റെ ഹിദമത്തിലായി നിൽക്കുന്ന, ഷെയ്ഖിന് ഇഷ്ടപ്പെടുന്ന മുരീദന്മാരാക്കി മാറ്റുന്ന, ഷെയ്ഖിലേക്കുള്ള ഒരു പാലമായി വർത്തിക്കുന്ന ഒരു മുഖദ്ദമായിട്ടേ ആവാവൂ. ഷെയ്ഖിലേക്ക് കൈപ്പിടിച്ചു കൊടുക്കുന്ന ഒരാളെന്നുള്ളതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു സ്ഥാനമില്ല, നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു വലിയ മഹത്വമില്ല എന്ന് ആ അവസ്ഥയിലായിരിക്കും മുഖദ്ദം ഉണ്ടാവേണ്ടത് എന്ന് കരുതി മുരീദന്മാർ ഇയാൾക്കൊരു സ്ഥാനമില്ല എന്ന് പറഞ്ഞ് മുഖദ്ദമിനെ അങ്ങനെ കാണണമെന്നല്ല കേട്ടോ പറഞ്ഞില്ല. അതിലേക്കൊക്കെ നമുക്ക് വരാം ഇൻഷാ അല്ലാ. മുഖദ്ദം അയാളെക്കുറിച്ച് അങ്ങനെയാണ് കരുതേണ്ടതെന്ന്. അങ്ങനെ ആകുമ്പോൾ അതിൽ ഇസ്തിഖാമത്തുണ്ടാവും ഇൻഷാ അല്ലാ. ഇനി ഇതിൻ്റെ തുടർഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി വിശദീകരിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. മുഖദ്ദം അട്ടഹസിച്ച് ചിരിക്കുക പോലും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അതായത് ഒരിക്കലും അട്ടഹസിച്ച് ചിരിക്കരുതെന്നല്ല, നമ്മളുണ്ടല്ലോ സാധാരണക്കാരെ പോലെ ഇങ്ങനെ തമാശ പറഞ്ഞ് ഹ ഹ ഹ ഹ എന്ന് ചിരിക്കുന്ന അവസ്ഥ, അതുപോലെ മുഖദ്ദമ ചെയ്യരുത്. മുഖദ്ദമും സാധാരണക്കാരും നമ്മൾ വ്യത്യാസം ഉണ്ടാവണം. അനാവശ്യമായ അട്ടഹാസ ചിരികൾ, അനാവശ്യമായ വിനോദങ്ങളിൽ ഇതിലൊന്നും ഏർപ്പെടാൻ പാടില്ല. ഒരു വേർതിരിവ് ഒരു മുഖദ്ദമാണെന്ന് നമുക്ക് ആളുകൾക്ക് ഫീൽ ചെയ്യണം. ആ രൂപത്തിലൊരു വേർതിരിവ് ഈ വിഷയങ്ങളിലൊക്കെ കാണിക്കണം. അട്ടഹാസ ചിരി പ്രത്യേക എക്സാമ്പിളാക്കി പറഞ്ഞിട്ടുണ്ട്. കാരണം വിശ്വാസങ്ങൾ അട്ടഹസിച്ച് ചിരിക്കാറില്ലായിരുന്നു. പൊതുവിൽ ചില സാഹചര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊതുവിൽ വിശ്വാസങ്ങളെ ചിരി മൊത്തം പുഞ്ചിരിയായിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കണം ഒരു മുഖദ്ദമ ഉണ്ടാവേണ്ടത്. അയാളിങ്ങനെ അട്ടഹസിച്ച് ചിരിക്കുന്ന എല്ലാ ആൾ കാണുമ്പോൾ മുഴുവൻ ഇങ്ങനെ അട്ടഹാസ ചിരിയും തമാശയും കളിയും ചിരിയും അങ്ങനെ ആവരുത്. അതിനൊരു ബൗണ്ടറി കീപ്പ് ചെയ്യണം. എന്നാൽ എപ്പോഴെങ്കിലും ചിരിക്കുകയും ചെയ്യാം. ഇൻഷാ അല്ലാ അതിലേക്കൊക്കെ വരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഇതൊക്കെ ഇസ്തിഖാമത്ത് നൽകട്ടെ. ഇതൊക്കെ നേരായ രൂപത്തിൽ മനസ്സിലാക്കാനും മുഖദ്ദമായാലും മുരീദായാലും ഇതൊക്കെ നേരായ രൂപത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് കർമ്മപദത്തെ കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ.